നമ്മൾ കേൾക്കാൻ പോകുന്നത് എംപവേർഡ് ബൈ ദ ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മാവിലുള്ള ശക്തീകരണത്തെക്കുറിച്ച്. പരിശുദ്ധാത്മാവ് ആരാണ്, എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ, ആ പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് ലഭിക്കേണ്ട ശക്തികളെക്കുറിച്ച്. KC മോളും കുഞ്ഞുമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇസ്രായേൽ ബോംബിട്ടതിനെ തുടർന്ന് ബെൻഡോ ഇങ്ങോട്ടൊരു ബോംബിട്ടേക്കുക. Hallelujah. Today we are going to hear about the empowering of the Holy Ghost. Who is the Holy Ghost? Empowered by the Holy Ghost. Empowered by the Holy Ghost. പരിശുദ്ധാത്മാവിലാണ് ആ ശാക്തീകരണം സംഭവിക്കുന്നത്. നമുക്ക് അതിന് ആധാരമായിട്ട് ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 91 സങ്കീർത്തനം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 3 വാക്യങ്ങൾ. ആദ്യത്തെ 1-ാമത്തെ വാക്യം വായിക്കുക. Psalms 91:1. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. 1-ാമത്തെ വാക്യം അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യും. ഈ മറവിൽ എന്നുള്ള വാക്ക് മലയാളത്തിൽ മാത്രമുള്ള, ഇംഗ്ലീഷ് ബൈബിളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ സീക്രട്ട് പ്ലേസ് എന്ന് എഴുതിയിരിക്കുന്നത്. എവിടെയാണെന്നുള്ളത് ഒരു വ്യക്തത ഇവിടെ നമുക്ക് മനസ്സിലാകത്തില്ല. ഒരു രഹസ്യ സ്ഥലത്താണ് വസിക്കുന്നത് എന്ന ഒരു ബോധ്യം നമുക്ക് അവിടെ ലഭിക്കുകയാണ്. അങ്ങനെ നിഴലിൻ കീഴിയും പാർക്കുകയും ചെയ്യുന്നവൻ. 2-ാം വാക്യം എന്താ പറയുന്നത്? കർത്താവിനെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. എന്താണ് അവൻ പറയുന്നത്? അവൻ പറയുന്നത് കർത്താവ് എൻ്റെ സങ്കേതവും. ഇവിടെ ആരെങ്കിലും അങ്ങനെയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറഞ്ഞാട്ട്, കർത്താവ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയാകുന്നു, ഞാൻ ആശ്രയിക്കുന്ന. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ ഗുണം? എന്താ 3rd വേഴ്സ്? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? 3-ാമത്തെ വാക്യം. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ. ഈ കണിയാന്നോ കെണിയാന്നോ എന്നുള്ളത് നമ്മൾ, ഈ കണി എന്ന് പറഞ്ഞാൽ വിഷുവിന് കൊടുക്കുന്ന ഈ വിഷുക്കണി. ഇവിടെ ആരാണ്ട് എലി ഫാർമറാ. ഇപ്പം പുള്ളി കപ്പയിട്ടപ്പം ഈ കപ്പയല്ല എലി തിന്നുക. അപ്പം ഇവിടെ പോയി അഗ്രികൾച്ചർ ഓഫീസിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു കെണി വെച്ചാൽ മതി. അയാൾക്ക് കണി അഞ്ച്. അയാൾ പോയി ഒരുപാട് പൈസ എല്ലാം മുടക്കി വിഷുക്കണി, കൊന്ന പോയി അതിനുവേണ്ടി ബുക്ക് ചെയ്തു. കാര്യം എലി വരുന്ന, പുള്ളി അരിച്ച് എലി വരുന്ന വഴിയിലെല്ലാം കണി വെക്കണം, കണി ഒരുക്കി വെക്കണം. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ കണിയെന്ന് എഴുതിയിരിക്കും. കണിയല്ല, കെണിയെന്ന അല്ലേ? മലയാളത്തിലെ ചില വാക്കുകളുടെയൊക്കെ പ്രശ്നമാണ്. കണിയല്ല. പറഞ്ഞ അടുത്ത ആളോട് പറ, കണി കാണുന്നത് നല്ലതാണെങ്കിലും ഈ ചില കണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കെണിയായിട്ട് മാറും. This is about the snare. He who dwells in the secret place of the Most High shall abide under the shadow of the Almighty. I will say of the Lord, He is my refuge and my fortress, my God, in Him I will trust. Surely He shall deliver you from the snare of the fowler and from the perilous. 3-ാമത്തെ വാക്യം, അവൻ എന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ പെസ്റ്റിലൻസ് അല്ലേ? ഇത് ഈ കോവിഡ് സമയത്ത് ഈ സങ്കീർത്തനത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രചാരണം. എന്തോ ഈ സങ്കീർത്തനം ഒരു കോവിഡ് കൊണ്ട് അങ്ങ് പ്രശസ്തമായി. അറിയാൻ വയ്യാത്തവനോട് ഇതങ്ങ് കാണാൻ പിടിച്ചു. This psalm was the most popular during COVID time. ദൈവത്തിന്റെ ആത്മാവിനോട് ഒരു ബന്ധം വേണം, എങ്കിലേ ആ വ്യക്തിക്ക് എൻ്റെ അപ്പൻ ആരാന്നുള്ള ചിന്ത വരത്തും. You need to have a relationship with the Holy Spirit. That's when you get a sense of who your Father is. When you are connected to the Holy Spirit, you will start operating His gifts. ആത്മാവിന്റെ ആ ഗുണങ്ങളെ ഉപയോഗിക്കുവാൻ തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. ഈ മാളിക മുറിയിൽ യേശു പറഞ്ഞ വാക്ക് കേട്ടിട്ട് കാത്തിരുന്ന കുറെ പേരുണ്ട്. 120 പേര് കാത്തിരുന്നു. Around 120 people waited in the upper room hearing the word of Jesus. അപ്പൊ അവര് എന്തിനാ കാത്തിരുന്ന? യേശു പറഞ്ഞു ശക്തി വരുവോളം നിങ്ങൾ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു. ശക്തി വരുവോളം. And Jesus said, until you have received power from high. അപ്പൊ ആത്മാവിന്റെ ശക്തി വരുവോളം നിങ്ങൾ കേട്ടെ, ആ വാക്ക് കേട്ടെ, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ദൈവാത്മാവിന്റെ ശക്തി വരുവോളം ഒരിടത്തിരിക്കണം. Until you receive power from on high, you must wait in a place. ഈ ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും പാലിക്കുന്നവര് യഥാർത്ഥ ശിഷ്യന്മാര് ആയിരിക്കും. Those who follow instructions are true disciples. ഇന്നായിരുന്നു അത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേല് ഇപ്പൊ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പം എവിടെ ആയിരുന്നേനെ? ഇറാനില് ബോംബിടുന്നത് കണ്ടോണ്ടിരുന്നേനെ. If that instruction was given to us today to wait, what we would have done? We would have sat and watched bombing in Iran. 120 പേർക്ക് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നതിലത്തെ സ്ഥിതി ഓർത്തു നോക്കിക്കേ. Imagine these 120 people had mobile phones and they're waiting. യുദ്ധം നടക്കുന്നതിന്റെ മുഴുവൻ ന്യൂസുകളൊക്കെ ജോണെ അറിഞ്ഞോടാ,
എന്നാ സാധനം ഇപ്പം അമേരിക്ക സഹായിച്ചു കേട്ടോ, പോയി ഭയങ്കര സാധനം. എനിക്ക് ഇതിനെക്കുറിച്ച് ഒത്തിരി പറയാൻ അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പക്ഷേ ടെൻഷനോട് ചോദിക്കണം. അതിൻ്റെ ആ റോക്കറ്റ് സയൻസ് ഒക്കെ പറഞ്ഞു തരും. So imagine if these people had mobile phones, John would have been speaking to the other disciples, see what's happening, see how America is bombing Iran and also. അവരിതെല്ലാം കൂടെ പറഞ്ഞേച്ച് ഈ ആത്മാവിന്റെ ശക്തി വരുന്നത് പ്രാപിക്കാൻ കഴിയാതെ പോയേനെ. And they would be talking amongst each other all these things and would not have received the power of the Holy Ghost. Sometimes we feel that gathering information is okay. ഇതെല്ലാം കിട്ടുന്നത് നല്ലതാണ്, നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തായ ഒരു ഇൻസ്ട്രക്ഷൻ കിടക്കുകയാണ്. ആത്മാവിന്റെ ശക്തി വരുന്നത് എന്നാണെന്ന് പറഞ്ഞിട്ടില്ല. കറക്റ്റ് ടൈമും ഡേറ്റും പറഞ്ഞിരുന്നെങ്കിൽ അന്നേരം അങ്ങ് റെഡിയായി മതിയായിരുന്നു. ഇന്നും രാവിലെ വിചാരിച്ചോണമേ, ആത്മാവിന്റെ ശക്തി നീ നനച്ചിരിക്കാത്തൊരു സമയത്ത് നിന്റെ മേൽ വന്നിറങ്ങുമ്പോൾ അത് നീ പ്രാപിക്കാൻ തയ്യാറായിട്ടിരിക്കും. It is good to get information, but we must understand there is something much about that, and that is receiving the power of the Holy Ghost. They were not told that exact time when Holy Ghost would come, but even today we don't know the exact time, but if we are prepared, if we are ready, the power will come on us. That is the spirit of power. The ശക്തിയുടെ ആത്മാവാണ്. Amen. ഹല്ലേലൂയ. പല അളവിലാണ് ഈ ശക്തി വരുന്നത്. The power comes in different measures. ആമേൻ. ഹല്ലേലൂയ. പല ലെവൽസിലുണ്ട് ഈ ശക്തി, പല ലെവലിലായിരിക്കുന്നത്. It could be in different levels. അപ്പൊ അവരോട് പറഞ്ഞത് ഉയരത്തിൽ നിന്ന് ഈ ശക്തി വരും, അതുവരെ നിങ്ങൾ ജെറുസലേമിൽ ഇരിക്കണം. The power will come on high. Until then you have to be in Jerusalem. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ശക്തി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അഭിഷേകം പ്രാപിച്ചാൽ ആദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഭൂതങ്ങളെ പുറത്താക്കും. If you read in the Gospel of Mark, we know that when we receive the power of the anointing, the first thing that we do is cast out demons. യേശു തലയെ തകർത്ത് നേടിത്തന്ന ജയത്താൽ ഭൂതങ്ങളെ പുറത്താക്കാൻ എളുപ്പമാണെന്ന്. Because of the victory Jesus has given to us, breaking the head of Satan, it is easy to cast out demons. കാര്യം ആദ്യമേ യേശു നേടിത്തന്ന ജയത്തെക്കുറിച്ചൊരു വെളിപ്പാടുണ്ടാകാം. അതിനാൽ നിനക്ക് ആദ്യം ഭൂതങ്ങളെ പുറത്താക്കാനുള്ള കൃപ ലഭിക്കും. Because you have the revelation of what Christ has done for you, you will be able to cast out demons. ലൂക്കോസ് 10-ാം അധ്യായം പഠിക്കുന്നുണ്ടെ അതിന്റെ 17-ാം വാക്യത്തിലൊക്കെ യേശു ഈ 2 പേരെ ആ പട്ടണദേശങ്ങളിലേക്കൊക്കെ അയച്ചു ശുശ്രൂഷയ്ക്ക്. അവർ തിരിച്ചു വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാണ്, ഞങ്ങൾ അങ്ങോട്ട് ചെന്നിച്ചു നിന്റെ പേര് പറഞ്ഞപ്പോഴേ ഭൂതങ്ങളെല്ലാം കീഴടങ്ങുന്നത് കണ്ടു. അപ്പൊ കർത്താവ് പറയാണ്, അതിലല്ല സന്തോഷിക്കേണ്ടത്, നിന്റെ പേര് ഉണ്ടായിരിക്കേണ്ടടുത്ത് കാണണം, നീ നിലനിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ആനന്ദിച്ചു. ഹല്ലേലൂയ. അതിന് അഗാലിയോ എന്നുള്ള വാക്ക് എഴുതിയിരിക്കും. അഗാലി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ അവൻ സന്തോഷിച്ച് നൃത്തം ചെയ്തു. In Mark 10 we read that Jesus sent his disciples 2 by 2. They came back and reported, when we took up your name, the demons were fleeing. And Jesus said, do not rejoice in this, but rather rejoice that your names are written in the book. And Jesus greatly rejoiced. യേശു എന്താ ചെയ്തത്? സന്തോഷിച്ചിട്ട് അവരോട് ഒരു കാര്യം പറഞ്ഞു, ശിശുക്കൾക്കും മുല കുടിക്കുന്നവർക്കും മറച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയുള്ളവർക്കാണ് നൽകിയിരിക്കുന്നത്? ഇപ്പോൾ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ശിശുക്കൾക്ക് അത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബേബീസിന്, സ്പിരിച്വൽ ബേബീസിന് ആദ്യം കിട്ടുന്ന ഒരു ശക്തിയാണ് ഭൂതങ്ങളെ പുറത്താക്കുക എന്ന് പറയുന്നത്. Which means the power that even children get first is the power to cast out demons. Hallelujah. Amen. Hallelujah. അതിനേക്കാളും ഭൂതങ്ങളെ പുറത്താക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു തലമാണ് പ്രകൃതിയുടെ മേലുള്ള അധികാരം. And another greater level of authority is the authority over nature. റോമർ 8:19 വായിക്കുമ്പോൾ 19-20 ഒക്കെ ഈ ചർച്ചിൽ സ്ഥിരമായിട്ട് വരുന്നവർക്ക് അറിയാവുന്ന ഭാഗങ്ങളൊക്കെയാണ്. 19-20 വാക്യങ്ങൾ വായിച്ചാട്ടെ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ധ്രുവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. this cannot be done by babies. ഇത് കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഭൂതങ്ങളെ കുഞ്ഞുങ്ങൾക്ക് പുറത്താക്കാം, പക്ഷെ പ്രകൃതിയുടെ മേലുള്ള അധികാരം കുറച്ചുകൂടെ മെച്യൂർഡ് ആയ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. Even kids can cast out demons, but the authority over nature is exercised by matured sons. അത് നമ്മൾ മുമ്പേ വായിച്ച ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന എന്ന് വെച്ചാൽ പുത്രത്വത്തെ കുറിച്ച് ബോധ്യമുള്ള മെച്യൂർഡ് സൺസ്, മെച്യൂർഡ് ചിൽഡ്രന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് പ്രകൃതിയുടെ മേലുള്ള അധികാരം.
The authority over nature is exercised by matured sons. ആമേൻ, ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് യോശുവയും ഏലിയാവും ഒക്കെ പ്രകൃതിയുടെ മേൽ അധികാരങ്ങളെ വിനിയോഗിക്കുന്നത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയിട്ടു. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ നിയമത്തിനകത്ത് യേശു എന്ന നാമത്തിൽ എത്രയോ വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമുക്ക് കൃപ തന്നിട്ടുണ്ടവൻ. In the Old Testament we read about Joshua and others who exercise authority over nature. In the New Testament we all are given greater പുതിയ authority. നിയമസഭയ്ക്കുള്ള അധികാരത്തെ കുറിച്ച് പുതിയ നിയമസഭയിൽ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല. But those in the New Testament are unaware of this authority. സുനാമി അടിക്കാതിരിക്കുവാൻ നീ ഒരു വാക്ക് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാൽ മതി. Tsunami will not hit if you utter one word. ഉരുള് പൊട്ടാതിരിക്കുവാൻ അഭിഷക്തനെ നിന്റെ വായിൽ ബലത്തെ നിയമിച്ചിരിക്കുകയാണ്. There is power ordained in your mouth to prevent a landslide. ദൈവമക്കൾ അധികാരത്തോടെ കൽപ്പിക്കാത്തത് കൊണ്ടാണ് ഈ ഡെങ്കിപ്പനി, മലേറിയ, ഇതെല്ലാം സാധനങ്ങൾ ഇതെല്ലാം കയറി വന്നുകൊണ്ടേ ഇരിക്കുന്നത്. Because the sons of God are not declaring with authority, we have all these kind of pestilence like dengue fever and malaria and so on. ദൈവത്തിന്റെ മക്കളെ ഈ സൃഷ്ടിയൊക്കെ അനുസരിക്കുമെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. The creation is subjected to the sons of man. യേശു കർത്താവിൽ അധികാരത്തോടെ അഭിഷേകത്തോടെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ആ ലെവലിൽ നീ നടന്നാൽ നിന്റെ മുമ്പിൽ ഒന്നിനും തലപൊക്കി നിൽക്കാൻ കഴിയത്തില്ല. If you stand with authority, if you move in that level, nothing can stand before you. ഈ പഴയ നിയമത്തിനകത്ത് 1 ശമൂവേൽ 2 ശമൂവേൽ 1-ാം അധ്യായത്തിനകത്ത് 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. 2 Samuel chapter 1 verse 21. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങൾ ഇല്ലാതെയും പോകട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. ശൗലിന്റെ തൈലാഭിഷേകമല്ലാത്ത പരിച തന്നെ. ഇതെന്താ സന്ദർഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-ാം അധ്യായം വായിക്കുന്നുണ്ടെ പഠിക്കുന്നവരുടെ ഈ ശൗല് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ശൗല് തന്നെത്താൻ മരണത്തിലേക്ക് അവനെ വിട്ടു. യോനാഥാനും മരിച്ചു. ഈ വിവരം വന്നേച്ച് ദാവീദിനോട് പറയുമ്പോൾ ദാവീദ് അധികാരത്തോടെ എഴുന്നേറ്റ് നിന്ന് ഈ ഗിൽബോവ പർവ്വതത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ആ പർവ്വതത്തെ നോക്കി പറയാണ്, നിന്റെ മേൽ മഞ്ഞോ മഴ പെയ്യത്തില്ലിനി. അധികാരത്തോടുകൂടി പ്രകൃതിയുടെ മേൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത് കണ്ടില്ലേ? David is exercising authority over nature, over the mountains of Gilboa. നിന്റെ വഴിപാട് നിലങ്ങൾ ഇല്ലാതെ പോകട്ടെ. Let there be no dew or rain upon you. You know, we may feel that ഒരു കേഴ്സ് പോലെയാണ്, നീ ഇനിയും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. And your field shall not produce anything. ഇത് ഈ സയന്റിസ്റ്റുകളാണ് ഇപ്പോൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. Right now scientists are manifesting things. നേച്ചറിന്റെ മേൽ, പ്രകൃതിയുടെ മേൽ ശാസ്ത്രജ്ഞന്മാർക്കാണ് അധികാരമുള്ളത്. ദൈവമക്കൾ ചുമ്മാതിരിക്കുക. The sons of God are idle, so scientists are exercising authority over നിങ്ങൾ nature. കണ്ടില്ലേ, ദുബായിൽ മഴ പെയ്യിപ്പിക്കുന്നു, ക്ലൗഡ് സീഡിംഗ് നടത്തുന്നു, കാർമേഘം ഉണ്ടാക്കി മഴ പെയ്യിപ്പിക്കുന്നു. In Dubai we read about artificial rain and cloud seeding. പഴയ നിയമത്തിനകത്ത് ഞാൻ പറയാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞവൻ ഇനി മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞ മഴ പെയ്തതുപോലെ ഇന്ന് അധികാരമുള്ളവൻ ആത്മ അഭിഷേകത്തോടെ നിൽക്കുവാൻ കെൽപ്പുള്ളവർ ഇല്ലാതായി പോകുന്നു. Like in the Old Testament, there are no people with might and authority to stop or start a rain. ദൈവസഭ ഈ റെല്ലം ഓഫ് അതോറിറ്റിയിലോട്ട് കയറാത്തത് അതിന്റെ കുഴപ്പം. The problem is the Church of God is not stepping into this And realm. now you pray to have more grace. കൃപ കൂടുതൽ കിട്ടാൻ വേണ്ടി കുതിർന്ന് പ്രാർത്ഥിക്കണമെന്ന്. We need to sit and pray for more grace. ഗ്രേസ് എന്ന് പറഞ്ഞത് ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപമേൽ കൃപ. അത് അവൻ തുറന്നു വെച്ചിരിക്കുകയാണ്, നമ്മളത് സ്വീകരിക്കണം. Grace is already open to us. We need to go and receive it. അതിനെക്കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് റോമർ 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ. അതൊരു പ്രമാണം പോലെയാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ലൈഫ്. In Romans 8 verse 2 we read about the law of the spirit of life. സ്പിരിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ലോ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്, which means the law of the spirit of Christ. ക്രിസ്തേശുവിന്റെ അതേ ആത്മ അതേ അളവിലാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. The same measure that was upon Christ is poured out. See, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അകത്തു വ്യാപരിച്ചാൽ, അകത്തുണ്ട്, അത് വ്യാപരിപ്പിക്കുന്നില്ല. ഇതിന് അറിയത്തുമില്ല, അറിഞ്ഞാലൊട്ട് ചെയ്യാൻ ഉള്ള ആ ഒരു സന്തോഷവും വരുന്നില്ല. വ്യാപരിച്ചാൽ, if that life of Christ works in us, പിന്നെ നീ എല്ലാത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. then you will be above everything else. പലരും പറയത്തില്ല, രോഗം, കടം, ബാധ്യതകൾ ഇതെല്ലാം നിൽക്കില്ല. ഇതെല്ലാം നീ നിൽക്കേണ്ട തലത്തിൽ നിൽക്കാത്തത് കൊണ്ടാണ് ഇത് നിന്നെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും.
Why you have debts? Why you have sickness? Because you're not standing in the rightful place of grace. പൗലോസ്ലീഹ പഠിപ്പിക്കുമ്പോൾ 7-ാം അധ്യായത്തിൽ പറയാം, റോമർ 7-ൽ പറയുകയാണ്, എനിക്കാണെങ്കിൽ ചെയ്യണമെന്ന് പലതും ആഗ്രഹമുണ്ട്, എന്നാൽ ചെയ്യാൻ കഴിയാതെ വണ്ണം മറ്റൊരു പ്രമാണം എന്നിൽ കാണുന്നു. Paul says there are things that I want to do, but there is another law working in me. 7:23 എഴുതിയിരിക്കുന്നത്, വേറൊരു പ്രമാണം എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. There is another law that is at work in my flesh. അത് എന്റെ അവയവങ്ങളെ ബന്ധനസ്ഥനാക്കുന്നു. That is binding my body. ശരീരത്തിൽ പല പല അവയവങ്ങളാണ് ഉള്ളത്, ബുദ്ധിമണ്ഡലങ്ങളുണ്ട് അല്ലേ, ചിന്താതരങ്ങൾ, ഇതെല്ലാം ബന്ധനത്തിലേക്ക് പോവുകയാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വ്യാപരിപ്പിക്കുവാൻ അനുവദിച്ചില്ലെങ്കിൽ ശരീരത്തിൽ മറ്റൊരു പ്രമാണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. If we don't allow the Spirit of Christ to work in our body, there will be another law that will work in the members of your body. അത് ശരീരത്തിൽ കാണുന്നത്, അതാ 8-ാം അധ്യായത്തിൽ പറയുന്നത്, എന്നാൽ അതിൽ നിന്ന് ഏത് മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശുക്രിസ്തു നിമിത്തം എനിക്ക് വിടുതൽ ലഭിച്ചിട്ട് ഞാനിപ്പോൾ ആത്മാവിന്റെ പുതുക്കത്തിലാണ് സഞ്ചരിക്കുന്നത്. And then he says, I am renewed by the Spirit of Christ and I'm walking in the renewal of the Spirit. ഇത് രാവിലെ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റത്തിന് വേണ്ടി ഒരു കൊതി ഉണ്ടാകണം. This morning we need to desire for a change. മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കണം. We need to desire for a change. എന്നാൽ ഈ പ്രകൃതിയുടെ മേൽ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കൊട്ടിയേര് ഇടയ്ക്കിടയ്ക്ക്. ആമേൻ, ഹല്ലേലൂയ. ചിലപ്പോൾ ഈ യാത്രാക്ഷീണം കൊണ്ടൊക്കെ കണ്ണ താന്നു പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഈ എന്താ ഇതിനേക്കാളും അച്ചടക്കം നടത്തേണ്ട മറ്റൊരു ഭാഗമുണ്ട്. അത് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു. James chapter 3 verse 2. അവിടെ പറയുന്നത് മറ്റു ശക്തിയുള്ള മറ്റൊരു മണ്ഡലമാണ്. It's another powerful area. ആമേൻ, ഹല്ലേലൂയ. വായിച്ചോളുക. 3-ൽ നാം എല്ലാവരും പലതിനും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും, നിങ്ങൾ ഈ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണ്ടിടുന്നത് വാക്കുകൊണ്ടാണ്. We put a bridle on the whole body through our word. വാക്കിൽ തെറ്റാതിരിക്കണം. We should not make mistake in our words. നമ്മൾ പറഞ്ഞില്ലേ, കൊട വെക്കുന്നിടത്ത് വടി വെക്കത്തില്ലെന്ന് പറയുന്ന സംവിധാനക്കാരാ നമ്മളൊക്കെ. We are people who വരാമെന്ന് പറഞ്ഞാൽ വരത്തില്ല, any word to any value to our word. വരത്തില്ലെന്ന് പറഞ്ഞാൽ വരികയും ചെയ്യും. You say you will come, you don't come. അങ്ങനെ വാക്കിൽ തെറ്റിപ്പോവുകയല്ല. We are going wrong with our words. അവൻ ഹാലല്ലേ, തുടക്കത്തിൽ ഭൂതത്തെയൊക്കെ പുറത്താക്കാൻ എളുപ്പമാണ്. തുടക്കമല്ലേ, ബേബിയല്ലേ, എനി ബേബി ക്യാൻ കാസ്റ്റ് ഔട്ട് ഡീമൻസ്. ഏത് പോലീസുകാരനും ഭൂതത്തെ പുറത്താക്കാൻ പറ്റും. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, കണ്ടിട്ടറിയാം നീ ഒരു പോലീസുകാരനാണ്. When you are a child in the faith, it's very easy to cast out demons. പക്ഷെ വാ തുറന്നാ കള്ളമേ പറയത്തുള്ളൂ. But then when you open your mouth, you always speak lies. ഇനീഷ്യൽ ലെവൽ, ആ കുഞ്ഞെന്നുള്ള തലത്തിൽ ദൈവത്തിന്റെ കൃപ നിന്റെ മേലുള്ളതുകൊണ്ട് നിനക്ക് ഭൂതത്തെ പുറത്താക്കാൻ പറ്റും. പക്ഷെ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ മേൽ നിനക്ക് കൺട്രോൾ, നിയന്ത്രണമില്ലാത്തതുകൊണ്ട് വാ തുറന്നാൽ അതും ഇതേ പറയത്തുള്ളൂ. In the initial level, because of God's grace, you are able to cast out demons, but then you just speak lies with your mouth. You are not yet become a slave to the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അടിമയായി തീരാത്തതിന്റെ കാരണം, because you haven't yet become a slave to the Holy Spirit. പരിശുദ്ധാത്മാവിന് നീ അതോറിറ്റി കൊടുക്കണം, അധികാരപ്പെടുത്തണം. പരിശുദ്ധാത്മാവിന് എന്റെ ശരീരത്തിന് മുഴുവൻ അവയവങ്ങളുടെ മേൽ പരിശുദ്ധ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും യേശുവിന്റെ രക്തത്താൽ കഴുകണമെന്ന്. We need to give total authority to the Holy Spirit over our body. ചുമ്മാ അവസരം കിട്ടി കഴിഞ്ഞു പറഞ്ഞാൽ ഇതേ നാക്ക് വെച്ചിട്ട് ഗോസിപ്പിങ്, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ആവശ്യമില്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുക, താഴ്ത്തിക്കെട്ടി സംസാരിക്കുക. പരുവം കിട്ടുവാന്നെ താഴ്ത്തിക്കെട്ടി എഴുതിക്കളയും. അല്ല നമ്മൾ ചെയ്യും. We talk ill with our mouth. If possible, we belittle others. All these things we do with our mouth. നാവിനെ നിയന്ത്രിക്കുന്ന വലിയവനാണെന്ന്, One who controls മിണ്ടായിരിക്കുന്ന വലിയവനാണെന്ന്. great. നാക്കിനെ കൺട്രോൾ ചെയ്യുന്നവൻ ഭയങ്കരം. One who can control the tongue is a great person. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടില്ലേ, കപ്പൽ എന്ന് പറഞ്ഞ എന്തോ ഷിപ്പ്, യുനോ, അങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യുന്ന എന്ത് വെച്ച് ഒരു ചെറിയ സാധനം, എന്താ പറയുന്നത്, അതിനകത്തുള്ള റഡാർ വെച്ചാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഒരു കുതിര എത്ര ഹോഴ്സ് പവർ എന്നൊക്കെ നമ്മൾ പറയുന്നത്, കുതിരയെ കൺട്രോൾ ചെയ്യുന്നത് അതിന്റെ കടിഞ്ഞാണ. അതുപോലെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ നാവ് കൺട്രോൾ ഉണ്ടാകണം. A big horse is controlled by a bridle, and a huge ship is controlled by a small rudder. And therefore, what controls us is our tongue. ശരി, നിങ്ങൾ നോക്കിയേ, അതുപോലെ നാവിനെ നിയന്ത്രിച്ചാൽ നീ അടുത്ത തലത്തിൽ കയറും. അർത്ഥം, നീ മിണ്ടാതിരുന്ന അടുത്ത തലത്തിലോട്ട് കയറിപ്പോകും. If you keep quiet, you will
go to the next level. മറ്റൊരു കാര്യമാണ് ആത്മീയ വിശപ്പിനെ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം. We need to have a desire for spiritual Thirst, hunger to, എന്താ പറയുന്നത്, ഇതിനെ അടക്കാൻ വേണ്ടി, വിശപ്പാണ്, അതിനെ അടക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം വരണം. We have a spiritual hunger and have a desire to fill that hunger. അത് വർദ്ധിച്ചു വരണം. It has to keep increasing. ആമേൻ. കർത്താവിനോട് പലർക്കും എന്നാ വെച്ചാൽ കർത്താവിനോടുള്ള വിശപ്പും ദാഹവും ആദ്യമൊക്കെ ഭയങ്കര ഉത്സാഹമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇത് കെട്ടടങ്ങി പോകും, നിറഞ്ഞിരിക്കുമെന്ന് പറയും. അപ്പൊ നമ്മളിതൊക്കെ എത്ര കേട്ടതാ. The problem is we start off with great hunger. ആരാധനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ കണ്ടില്ല, വന്ന് നിൽക്കുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആ ഡോറൊക്കെ കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കൈ അങ്ങ് പോകും. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാലും ഈ പാത്രം എന്നാ നിർത്താത്തെന്ന് പറഞ്ഞ. But the hunger and thirst dies down. ഹല്ലേലൂയ. 2-3 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം ശൂന്യം. We lift up our hands at the beginning of worship. ചിലക്ക് ഞായറാഴ്ച സൺഡേ വർഷിപ്പേഴ്സ്, ഞായറാഴ്ച മാത്രം മതി. Some people are only Sunday worshippers. ചിലരാന്ന് എങ്ങനെയാണെന്നറിയോ, മെസ്സേജ് ഇപ്പം കേട്ടിട്ട് അടുത്തുള്ള ദിവസങ്ങളിൽ പിന്നെ ടെലഗ്രാമിൽ കയറി മെസ്സേജ് കേട്ടിട്ട് ഇതിനകത്ത് എന്തെങ്കിലും എനിക്കുണ്ടോ എന്ന് പറഞ്ഞ് പ്രാപിച്ചെടുക്കുന്നവരാണ്. There are some who keep on listening to the telegram message and receive from it again. അങ്കറുള്ളവർ, വിശപ്പുള്ളവർ അങ്ങനെയാണ്. പിന്നെ കേട്ടോണ്ടിരിക്കുക, എന്തെങ്കിലും ഇതിനകത്ത് പിടിച്ചെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് വേണം. Is there something that I can catch on to? അല്ല, ഇവിടെ ഇരിക്കുമ്പോഴേ ഉറങ്ങിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വല്ലതും തലയ്ക്കകത്തോട്ട് കയറും, വല്ലതും മനസ്സിലാവും. If you are sleeping here, what is the use? You won't receive anything. ഒരു കാലത്ത് ഭൂതങ്ങളെ പുറത്താക്കി ചുമ്മാ അങ്ങോട്ട് അതുവഴി പോയതേ ഉള്ളൂ, ഒരു ഭൂതനാട്ട് ഇറങ്ങി ഓടുന്നു കണ്ടു. There was a time you cast out demons just like that. ഞാനിത് എന്റെ അനുഭവത്തിൽ കണ്ട കാര്യം. ആദ്യ സമയത്ത് ഞാനൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഞാൻ എന്റെ ആത്മദൃഷ്ടിയിൽ കാണുകയാണ് 72 കുഞ്ഞു ഭൂതങ്ങൾ പുറത്തിറങ്ങി ഓടുന്നു. I've experienced this once. I went to a house and in the spirit realm I saw that 72 small demons out of the അകത്തുനിന്ന് ഒരു house. മെല്ലിച്ച കൊച്ചിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ കൊച്ച് ഇത്രയും ഈർക്കില് പോലിരിക്കുന്ന ഒരു കൊച്ച് ഭയങ്കര ശക്തിയിൽ നിൽക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. ഭയങ്കര ശക്തി, വിരിഞ്ഞിങ്ങനെ നടരാജനെ കളിച്ചിങ്ങനെ. And there was a little girl who's actually very scrawny, but she is standing so powerfully, acting like the Nataraj. I was a baby. ഞാനൊരു കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് ഭൂതങ്ങൾ പുറത്താകുന്ന ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. When I was a spiritual baby, I saw so many. എന്ന പരിശുദ്ധാത്മാവ് നിന്നെ അവിടെ നിർത്തിയല്ല, നിന്നെ അതിന്റെ മേൽ അടുത്തടുത്ത തലങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവനാണ്. Holy Spirit wants to keep taking you to the next level. Hunger for the Lord, അതുള്ളവർക്കാണ് ഈ വർധനവ് സംഭവിക്കുന്നത്. Those who hunger for the Lord will ആഗ്രഹിക്കണം, ദാഹിക്കണം, വിശക്കണം. വന്ന സമയം ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. Initial days you had a lot of it. എന്നാൽ അത് കെട്ടതുകൊണ്ട് ഇപ്പൊ അടുത്ത തലത്തിലോട്ടൊന്നും കയറാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക. നിങ്ങൾ തന്നെ പരിശോധിച്ച, നിങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പലയിടങ്ങളിലും സാക്ഷ്യം പറയുന്നതാണ്. I speak about you and testify. വേറെടുത്ത് വെച്ചിട്ട് പറയുന്നത്, അയ്യോ എന്തോന്നറിയ, എന്നാ ഉശിരാ, ബേബിയാ, ഭയങ്കര ഉശില്ല ബേബി നിൽക്കുന്നത്. I speak about you and testify about you because you are standing. ഇന്നലെ ഇവിടെ ചർച്ചിലെ പ്രാക്ടീസ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിരിക്കുമ്പോൾ ഞാൻ കണ്ട ഒരു കാര്യമാണ്, ഒരു ദൃശ്യം ഞാൻ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഒരു സ്പിരിച്വൽ ഏരിയയുമായിട്ട് കണക്ട് ചെയ്ത് കാണുകയായിരുന്നു. ഡാനിയുടെ കുഞ്ഞ് എലൈജ ബേബിയെ നോഅച്ചൻ കൊണ്ടു നടക്കുക. Yesterday evening after practice I saw a sight and I had a spiritual insight. Noachan is taking Elijah baby around. ഇത്ര കഴിഞ്ഞ ഉടനെ ഈ ഡാനിയും ജോബാനെയും നടന്നു വരുന്ന കൂട്ടത്തിൽ പുറമോട്ടായി കൊണ്ടു നടക്കുന്നവരെ നോഅച്ചൻ കൊണ്ടു നടക്കുക. ഇവന് അപ്പ അമ്മ എന്ന് പറഞ്ഞു കരയാൻ തുടങ്ങി. At one point, Danny Jovana could not keep up to their pace, and suddenly Elijah started crying for his parents. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞെന്ത് ചെയ്യാൻ തുടങ്ങി, അപ്പനെ കാണാഞ്ഞിട്ടാണ്. ഇതുപോലെ നമ്മൾ ആത്മീയ പാസ്റ്റർ ഈ ആഴ്ച മീറ്റിംഗ് ഒന്നുമില്ല പാസ്റ്റർ, പ്രയർ വെക്കും പാസ്റ്റർ, ഇതിന് ഇച്ചിരി നേരം ഇല്ലെങ്കിൽ അങ്ങ് കരയാൻ തുടങ്ങും. ഉടനെ we start off with our parents. ആ പാട്ടുകൂടെ പാടണം പാസ്റ്റർ. ഓരോ പാസ്റ്റർ 3 പാട്ട് പാടിയ പോലെ 4ാമത്തെ പാട്ടുകൂടെ പാടണം. 5ാമത്തെ പാട്ടിന്റെ ആദ്യത്തെ സ്റ്റാൻസേർഡ് പാടിയിട്ട് നിർത്താം. എന്തോ ഒരു ഉത്സാഹം എന്നറിയാം ആദ്യമൊക്കെ. Initial days we were very zealous. ഇച്ചിരി കഴിഞ്ഞ് ഈ കരഞ്ഞവന് വീടിനകത്ത് കയറിയിരുന്ന് ഞങ്ങളെല്ലാം കൂടിയിരിക്കുന്നവരുടെ അവനെ എടുക്കാൻ പറ്റാത്ത ഒരു വാച്ചും കെട്ടിക്കൊണ്ട് അവൻ നടക്കുക. ആരാ? എലൈജ. And then Elijah is walking around with a watch. മുമ്പേ കണ്ടില്ലേ അവന് ഈ എലൈജ ബേബിയുടെ കൂടെ കൊണ്ടു നടക്കുന്നവനാരാ? വലിയ വിവരമുള്ള ഒരുത്തനാ നോഅച്ചൻ. ഈ ആദ്യ സമയങ്ങളിൽ അങ്ങനെ ആത്മീയമായിട്ട് കയറി വരുമ്പോ നിന്നെ കൊണ്ടു നടക്കുന്നവനെ കണ്ടു നീ നടക്കരുത്. അവൻ തന്നെ ലക്കും ലഗാനും കെട്ടാ നടക്കുന്നത്.
Initial days when you come, be careful who is taking you around. അവിടെ മനസ്സിലാക്കേണ്ടി അന്നേരവും നിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവിനാലാണ്. Even then you should be നീ controlled. അപ്പുറത്തിരിക്കുന്നവന്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അവരെന്തായാലും കോക്കാൻ പിച്ച് കാണിക്കും, നീ കോക്കാൻ പിച്ച് കാണിക്കരുത്. Those who are taking you around might do something mischievous. You don't do it. ഈ വാച്ച് എന്നിട്ട് അവന് കെട്ടിയിട്ട് ഒക്കുന്നില്ല ഇങ്ങോട്ട്. കാര്യം ഇതിങ്ങനെ ഈ റബ്ബർ പോലുള്ള സാധനമല്ലേ, അവിടെ പിടിച്ചിട്ടൊന്നും ഇത് കേറുന്നില്ല അങ്ങോട്ട്. Elijah was trying to tie a watch, but not ഇച്ചിരി able to. കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി വാച്ച് കെട്ടാൻ പറ്റാത്തതിന്റെ വാശി എന്നിട്ട് ഡാനിയുടെ മുഖത്തോട്ട് അങ്ങോട്ട് ചെന്നിട്ട് അവൻ ആകപ്പാടെ ഇച്ചിരി രോമങ്ങളെ ഉള്ളൂ മുത്ത്, അതിനോട് വലിച്ച് പറിച്ച് അവന്റെ ചേടലയ്ക്ക് കാട്ടിച്ച് ഈ എലീജ ബേബി എത്ര 2 വയസ്സ് തികച്ചില്ല, അവന്റെ മുഖത്തും അടിച്ചെല്ലാം ചെയ്യുമ്പോ അപ്പൊ എന്റെ ഒരു ആത്മീയ കണ്ണ് ഞാൻ കാണുകയാണ്. ഡാനി പിന്നിപ്പോ നമ്മളടിച്ചാലും ഒന്നും മിണ്ടത്തില്ല. അവൻ വളരെ ചിരിച്ചോണ്ട് കുഞ്ഞ് എന്താ വിളിക്കുന്നത്, എന്താ വിളിക്കുന്നത്, ആ ഏലു 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 എല്ലായി ലമ്മ ശബത്താനി എന്ന് വിളിച്ചു. ഏലു ഏലു എന്ന് പറഞ്ഞിട്ട് അവനാദ്യം പറഞ്ഞോണ്ടിരിക്കുക. കുഞ്ഞാന്നേ വാശി കാണി. നമ്മളിതുപോലെ കേട്ടോ, നമ്മുടെ കാര്യങ്ങൾ ഒക്കാത്തത് നീ കെട്ടിട്ട് അത് ഒക്കാത്തത് കൊണ്ടല്ലേ, നിനക്ക് ഫിറ്റാകാത്തത് കൊണ്ടല്ലേ, അത് മനസ്സിലാക്കാൻ നിനക്ക് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നീ ദൈവത്തോട് നീ സഭയോട് വിരോധപ്പെടും, നിന്നെ നടത്തുന്നവരോട് നീ വിരോധപ്പെടും. Elijah was protesting because he couldn't wear a watch. He was trying to hit the face of Danny. That's what we do. When things don't happen, we go blame God, we blame the church and everyone around. അയ്യോ, പണ്ട് ഈ മീറ്റിങ്ങിനൊക്കെ വരെ എന്തോ ഒരു ഉത്സാഹം, കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം പറഞ്ഞ് ഏറ്റെടുക്കുമായിരുന്നു. You were very responsible earlier. എല്ലാത്തിനും സമയം ഉണ്ടായിരുന്നു. You had time for everything. ഇപ്പൊ അതിന്റെ ഇന്റൻസിറ്റി താണുപോയി, കുറഞ്ഞുപോയി. The intensity of that is reduced. സമയമില്ല, ഒന്നിനും സമയമില്ല. No time. That means you have no thirst. Never lose your hunger. നിന്റെ വിശപ്പിനെ നീ കെടുത്തിക്കളയല്ലേ. Never let not your hunger die down. ഞാനെപ്പോഴും എന്റെ ആവേശം കെട്ടുപോകാൻ കർത്താവേ ഞാൻ സമ്മതിക്കത്തില്ല, എന്റെ ആവേശം കെട്ടുപോകാൻ. I don't want my zeal to go down. അവൻ കൂടുതൽ വിശപ്പുണ്ടാകാൻ വേണ്ടി നീ ആഗ്രഹിക്കണം. Desire for a greater നമ്മൾ hunger. ഡോക്ടറിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞില്ലേ, ഡോക്ടർ എന്തോ തരത്തില്ല വയറ്റിൽ കൂടെ എല്ലാം ഉരുണ്ട് കയറി വരും, മാക്കെല്ലാം വല്ല ഇങ്ങനെ വിശപ്പൊന്നും ഇല്ല ഡോക്ടറെ എന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടർ വരത്തില്ല, ഇതങ്ങോട്ട് പോയി കഴിക്കുക, അങ്ങ് വിശപ്പ് വരുമെന്ന് പറയത്തില്ല. പിന്നെ ആനയിറച്ചി വരെയാ തിന്നുന്നു. When you don't have appetite, what do? You go to the doctor and will suggest a medicine. കർത്താവ് തന്നിരിക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. നീ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ പോകുന്ന നിന്റെ ആവേശം കിടത്തില്ല. If you are in relationship with the Holy Spirit, your hunger won't die. ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുന്ന ശ്വാസം മുട്ടിക്കുന്ന പലതും നിന്റെ ജീവിതത്തിൽ വരും. Many things will come to choke you, that will cut your relationship with the Lord. ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളാണ് ഈ ശ്വാസം മുട്ടിപ്പിക്കാൻ വരുന്നത്. ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളാ. The cares and anxieties and burdens of life can choke you. പലതും ആവശ്യമുള്ളതായിരിക്കും. Some things may be legitimate. പക്ഷെ അതൊന്നും നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയരുത്. But none of them should distance you from God. ആമേൻ, ഹല്ലേലൂയ. ചിലപ്പോൾ അഹന്തയായിരിക്കും, അഹങ്കാരം അങ്ങ് അറിയാതെ വരും. ഇപ്പൊ 2 പ്രാവശ്യം വേദോസം വായിച്ചു കഴിയുമ്പോൾ ചിലർക്ക് അങ്ങ് ഉണ്ടാകത്തില്ലേ, ഇപ്പൊ എനിക്കെല്ലാം അറിയാം. Sometimes it could be pride. എവിടെയോ എത്തിയെന്നൊരു തോന്നലങ്ങ് വരും. You feel that you have reached somewhere. കർത്താവിനെ എനിക്ക് കൂടുതലായിട്ട് വേണമെന്നുള്ളൊരു ആഗ്രഹം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. You lose a desire to know the Lord more. ഇപ്പൊ ഞാൻ പറയാം 91 സങ്കീർത്തനം എന്ന് പറയുമ്പോഴേ ഇതാണോ ഇന്ന് പറയാമോ, ഇതൊക്കെ നമ്മളെത്ര കേട്ടതാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലതും കയറുമോ അതിനകത്തോട്ട്. 91 സങ്കീർത്തനം ആർക്കറിയാൻ വയ്യാത്തത്. If we talk about Psalm 91, അത്യുന്നതിന്റെ മറവ് നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടതാ. we say we all know everything. അല്ലെ, നമ്മള് സാറ്റ് കളിച്ച് അത്യുന്നതിന്റെ മറവിൽ പോയി നമ്മൾ സാറ്റ് കളിച്ചിരുന്നല്ലേ എത്രയോ പ്രാവശ്യം എന്നുള്ളൊരു ബന്ധം പോലും നമുക്ക് തോന്നും. We think we get too familiar with it. ദാഹവും വിശപ്പും ഉണ്ടെങ്കിലേ വളരത്തുള്ളെന്ന്. Only if you have hunger and thirst. വെളിപ്പാട് പുസ്തകം 2:4 പറയില്ലേ, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയെന്നൊരു ചാർജ്. കുറ്റമല്ലത്, നിന്നെ കുറിച്ചൊരു ചാർജ്. നീ ചോദിച്ചാൽ പറയാം നിന്റെ ആദ്യത്തെ സ്നേഹം ഇപ്പൊ ഇല്ലെന്ന് പറയും. In Revelation we read about a charge. പിള്ളേരൊക്കെ എന്റെ അടുക്ക പപ്പ എന്ന് പറഞ്ഞു ഓടി വരും, പിന്നെ ഒപ്പ ഇത്ര കഴിയുമ്പോ അങ്ങനെ. Make sure that your hunger and thirst does not die down. ആദ്യ സ്നേഹം കുറഞ്ഞു പോയി. Your love has grown cold. നിങ്ങൾ സ്വർഗത്തിലോട്ട് ശ്രദ്ധിച്ച രാപ്പകൽ ദൂതന്മാര് വിശ്രമമില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വിശ്രമമില്ല. 24/7 angels are worshiping the Lord. ഹല്ലേലൂയ. അവർക്ക് മടുത്തു പോകുന്നേ ഇല്ല. ഇത് ഹല്ലേലൂയ എന്നായിരിക്കും അവര് പറയുന്നത്. ഈ ഹല്ലേലൂയ 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 ഇങ്ങനെ പറഞ്ഞു മടുത്തു പോകാതെ
ഇങ്ങനെ സ്തുതിക്കുന്ന എങ്ങനെ? How can you praise God continuously like that? ഇതുപോലെ ആ ദൈവഭക്തന്മാർ ഇങ്ങനെ ഇരിക്കേണ്ടത്, മടുക്കാതെ ആരാധനയിൽ നിൽക്കേണ്ടതാ. That's how saints of God should be. ചിലർക്ക് ദൈവം കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ബോറാന്ന്, ബോറടിക്കുക. Some it becomes a boring activity. എന്തൊരു മടുപ്പാന്ന് പറയോ. ഇന്നും നമ്മൾ അവിടെ പോയിരിക്കണം അല്ലേ, ഭയങ്കര ബോറാ. So boring to go and continuously worship. ചിലര് ചാച്ചി പോയിട്ട് ഇപ്പൊ എന്ത് കൊടുക്കാനാ? What is the use of going to church? ചർച്ചിൽ പോയിട്ട് ഇപ്പൊ എന്ത് കൊടുക്കാനാ? What is the use? മധുപാസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ കുറെ ദിവസമായി ഞാൻ ചർച്ചിൽ പോയിട്ട്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ട് തന്നെ ഉള്ളൂ, വേറെ ആരെയും വൈഫിനെ ഏൽപ്പിച്ചിട്ട് ഇന്നിപ്പോ എങ്ങനെ വന്നത്, തനിക്ക് പോന്നു, വൈഫ് അങ്ങ് മാനേജ് ചെയ്തോളൂ എന്ന് വിചാരിക്കുമല്ലേ. ഭൂതന്മാരെയൊക്കെ അപ്പോയിന്റ് നിർത്തിയിട്ട് പറഞ്ഞ കേസില്ലേ അങ്ങ് പോരുവാ. കാര്യം കുറെ നാളായി ആരാധനയിലൊക്കെ പോയിട്ട് ആരാധിക്കണ്ടായോ? We need to worship. ആദ്യത്തെ ഉത്സാഹം കെട്ടുപോകരുത്. ഈ ആദ്യമായിട്ടൊക്കെ വരുന്നവരോട് ഞാൻ പറയും, നിന്റെ ആദ്യത്തെ ഉത്സാഹം സമ്മതിക്കരുത് കെട്ടുപോകും. അത് ഭയങ്കര ശിംബ്രിയായിട്ട് ഇങ്ങോട്ട് നിൽക്കും. Your initial thirst and zeal should not die. ചിലർ കെട്ടുപോകുകയാണ്. They lost their hunger for the Lord. കർത്താവിനോടുള്ള ഒരു ദാഹം കെട്ടുപോകുകയാണ്. Some people lose the hunger. ചിലർ ക്രിസ്ത്യാനികൾ പോലുമല്ല, ചർച്ച വന്നിരിക്കുന്നേ ഉള്ളൂ, ക്രിസ്ത്യൻ പോലുമല്ല അവര്. Some come to church but not even Christians. ചർച്ചയിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ദൈവം ഉണ്ടോ എന്ന് സംശയിക്കുന്ന എത്രയോ പേരുണ്ട്. There are people who come to church but doubt that even God exists. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും വരുമോ? അപ്പൊ ദൈവം ഇല്ലെന്നല്ലേ എന്റെ അർത്ഥം? You say that if God was there, this wouldn't happen. ദൈവം ഇല്ലെന്ന് ആരാ പറയുന്നത്? ദൈവം ഇല്ലെന്ന് ആരാ പറയുന്നത്? Who said there is no God? എന്ന് വെച്ചാൽ മൂടില്ലാത്തവൻ, The fool മൂടൻ അല്ലേ? ചിന്തിച്ചു പോകും. നമ്മളറിയാം നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നമ്മൾ നോക്കുന്നുണ്ട് ചുറ്റോട്ടത്തുള്ള എല്ലാവരുടെയും കാര്യം നടക്കുന്നുണ്ട്, നമ്മുടെ കാര്യം നടക്കുന്നില്ല, പിന്നെ ദൈവം ഉണ്ടോ? ദൈവം തോന്നും. എന്നാ ചർച്ച വന്നിരിക്കുകയും ചെയ്യും, ഹല്ലേലൂയാക്ക് പറയുകയും ചെയ്യും, ഈ വണ്ടിയുടെ വൈപ്പർ ഇടുന്ന പോലെ ഹല്ലേലൂയ. പക്ഷെ അകത്തെന്താ പറയാ? ഇഫ് ദർ ഈസ് ഗോഡ്, ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലോ എനിക്ക് വരും. Your expectations are not met. You are comparing yourself. ഇന്ന് ആരെങ്കിലും ആ ദാഹം എന്നെ എടുത്തു കളയല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? നിന്റെ മേൽ ആ പകർച്ച സംഭവിക്കട്ടെ. ഹല്ലേലൂയ. If you desire for a hunger, let that impartation happen in you. ഞാൻ പറയും, ഈ ലെവലൊക്കെ കേറാൻ വേണ്ടി തകർന്ന ഹൃദയം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ബ്രോക്കൺനെസ്, തകർന്ന് ഉടഞ്ഞു പോകുക എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ട് ഇതിനകത്ത്. There is an experience of brokenness to go to the next level. മനസ്സിലായി, അത് ദൈവസന്നിധി ഭയങ്കര വിലമതിക്കപ്പെട്ടതാ. And that's precious in the sight of the Lord. ഉടഞ്ഞതും തകർന്നതുമായ ഹൃദയം, a broken and contrite spirit, അത് നമ്മളിൽ അഹങ്കാരം വരുത്താതിരിക്കുവാൻ നമ്മളെ അനുവദിക്കുന്നതാ. that keeps us away from pride. ഈ ബ്രോക്കൺനെസ് ഉണ്ടെങ്കിൽ, ഈ തകർന്ന അവസ്ഥയുണ്ടെങ്കിൽ ക്ഷമ തന്നെ വരും. If you have brokenness, you become patient. പേഷ്യന്റ് അല്ല മോളെ, പേഷ്യൻസ്. Patience. മറ്റേ നല്ല നമ്മള് പേഷ്യന്റ് ആയി പോകും അല്ലേ? നമ്മൾ രോഗിയായി പോകുമെന്ന് പേഷ്യൻസ് ഇല്ലെങ്കിൽ, ക്ഷമയില്ലെങ്കിൽ. If you don't have patience, you can become sick. ഹല്ലേലൂയ. പ്രൗഡ് പീപ്പിൾ, അഹങ്കാരമുള്ള ആൾക്കാർക്ക് ഒരിക്കലും അവര് get hurt for little things. ചെറിയ കാര്യം മതി, ഓട്ടനെ അവർ മുറിഞ്ഞു. Those who are pride easily get hurt. ഞാൻ എന്നെ അങ്ങനെയൊക്കെ പറയാമോ? എന്നെ മൈൻഡ് ചെയ്തില്ല, എന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ ഇരിക്കുന്നിടത്ത് കണ്ട് കയറി ഇരിക്കുന്ന കണ്ടില്ലേ? സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടിരിക്കുക, അവിടെ ഇരിക്കാൻ പാടുള്ളൂ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ ആ ഇരുന്ന് കഴിഞ്ഞാലും ഉണ്ടല്ലോ ഇങ്ങനെ മെസ്സേജ് ഒക്കെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി അവിടെ ഇരിക്കുന്നെന്നുള്ളതാ. പറഞ്ഞിട്ടുണ്ടോ? ലീലാമണിക്കത് മനസ്സിലായി. എൻ്റെ കസേര കയറിയിരുന്നു. പിന്നെ നമുക്ക് അവരെങ്ങനെ എഴുന്നേറ്റ് പോകുന്നു ഇങ്ങനെ. If someone sits on the chair that you are used to sitting, you get upset. And if you are broken, nobody can hurt you. നീ തകർന്ന വ്യക്തിയാണെങ്കിൽ, നീ ഉടഞ്ഞിരിക്കുന്നവനാണ്, നിന്നെ ഉടയ്ക്കാൻ ലോകത്തിലൊരുത്തരും പറ്റത്തില്ല. If you are already broken, you have a contrite spirit. യേശു കർത്താവിനെ നോക്കിക്കേ. No one can break you again. യേശു കർത്താവിനെ ആൾക്കാരെല്ലാം യേശുവിനെ കുറിച്ച് എന്തല്ല പറഞ്ഞത്. യേശു പറയോ, ഇനി ഞാൻ എന്തോ ചെയ്യും? Everyone spoke ill of Jesus. ഞാൻ പോയി സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന യേശു പറയോ? Did Jesus say, so let me go commit suicide? ആർക്കും എന്നെ ഒരു ഇഷ്ടമില്ല, ഞാൻ കുരിശ് മരിക്കാൻ പോവാ. അങ്ങനെ Nobody loves me, I am going to the cross. ആർക്കും ഇഷ്ടമില്ലെങ്കിലും അവനറിയാം അവന്റെ അപ്പന് ഭയങ്കര ഇഷ്ടമാണ്. Even if nobody loves, he knows very well his മനുഷ്യന്റെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ നീ മനസ്സിലായിക്കോണം, നിന്നെ ഒരു തകർന്ന അവസ്ഥയിൽ ദൈവം കൊണ്ടുവച്ച് അവന്റെ ദൃഷ്ടി നിന്റെ മേൽ വെച്ച് ഇഷ്ടമായി നിന്നെ നടത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നത്. Even when people talk ill of you, remember his eyes are upon you and he loves you to lead you. സ്നേഹനിധിയായ പിതാവിനെ നിനക്ക് അറിയാമെങ്കിൽ, നിന്റെ അപ്പച്ചനെ നിനക്ക് അറിയാമെങ്കിൽ, മനുഷ്യൻ പറയുന്ന വാക്കുകൾ നിനക്ക് വല്ല പ്രശ്നമാണോ?
If you know your loving father, you won't bother about the words of people. മനസ്സിലായോ? ആ കാലത്ത് ഭയങ്കര ധനികനായ മനുഷ്യനാണ് അബ്രഹാം. Abraham was a very rich man in those times. മനസ്സിലായോ? ഹാഗാറിനെയും ബാലൻ ഇസ്മായിലിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോണം. ഇത്രയും ധനമുള്ള മനുഷ്യൻ കൊടുത്തെന്ന് പറയൂ, ഒരു തുരുത്തി വെള്ളവും 2-3 അപ്പക്കഷ്ണവും. ഇത്രയും സമ്പന്നനായ മനുഷ്യന്. Abraham was very rich, but when he sent Hagar out, he just gave a skin of water and a loaf of bread. ഇറക്കി വിട്ടപ്പോ കൊടുത്തതാണ് ഇച്ചിരി വെള്ളവും 5-6 അപ്പവും കൊടുത്ത് വിട്ടിരിക്കുകയാണ്. He just sent them bread and മരുഭൂമിയിലാണ്. സൂപ്പർ മാർക്കറ്റും കണ്ട് അവിടെ ഉണ്ടോ കയറി ഇന്ന് വാങ്ങിക്കാൻ? and they sent to the wilderness. ഒന്നുമില്ലാത്തരത്തും പോകുമ്പോൾ എന്നാൽ ആമേൻ ഹല്ലേലൂയ കർത്താവ് കാണുകയാണ്. ആ സ്ത്രീയുടെ കരച്ചിലിനേക്കാൾ അപ്പുറത്തായി ബാലന്റെ കരച്ചിൽ കണ്ടപ്പോൾ അതിനകത്ത് അത്ഭുതങ്ങളെ സൃഷ്ടിപ്പിക്കുവാൻ ദൈവത്തിന് ഹിതം തോന്നി. But even in the wilderness, when the lad was crying, the Lord did a miracle. കർത്താവിന്റെ കൃപയാൽ പല രാജ്യങ്ങൾ സന്ദർശിക്കാൻ എനിക്കും കൃപ ലഭിച്ചിട്ടുണ്ട്. By the grace of God, I could visit many countries. ഈ KFC ഞാൻ എല്ലായിടത്തും പോകുന്നുണ്ടെ ആദ്യം പരിശോധിക്കുന്ന KFC കഴിച്ചു പോകും. So everywhere I go, I try out KFC. അവൻ KFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല KFC കഴിക്കണമെങ്കിൽ ഈ നമ്മുടെ ദുബായിൽ എവിടെയെങ്കിലും പോയാലും നല്ല KFC എടുത്തോളൂ. You get good KFC in Dubai. ഓസ്ട്രേലിയയിലെ KFCക്ക് ഒരു വല്ലാത്ത ആ കോഴി അവിടെ വളരുന്ന കോഴിയുടെ ഒരു പ്രത്യേകത, ആ കോഴിയുടെ പ്രശ്നമാണ്. In Australia, the KFC ഞാൻ has a different taste. കുവൈറ്റിൽ ചെന്നപ്പോഴും KFC കഴിച്ച ഉടനെ ഒരു ക്രാച്ചി ചൊവ്വയാ കോഴിക്ക്. എന്താ വരും അവിടെ ഉള്ളവർ ഇപ്പൊ അവിടെ കുവൈറ്റുകാർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരു ഞാൻ പലയിടത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെല്ലാം ഫുഡ് ഭയങ്കര ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നു. അവിടെ എല്ലാ സാധനവും അവൈലബിൾ ആണ് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച്. Especially in Middle East, every kind of food is available. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്തോ ആഹാരം വേണമെങ്കിലും മിഡിൽ ഈസ്റ്റ്, അത് കുവൈറ്റ് ആയിക്കോട്ടെ, ഏത് സ്ഥലമായാലും മസ്കറ്റ് ആയിക്കോട്ടെ, എവിടോട്ട് പോയാലും ഇഷ്ടം പോലെ ആഹാരം കിട്ടും. You get plenty of food in the Middle East. ഹല്ലേലൂയ. Hallelujah. എന്നാ കാര്യം എന്നറിയോ? പണ്ടൊരുത്തി കരഞ്ഞതാണെന്ന്, പണ്ടൊരു ചെറുക്കനിരുന്ന് കരഞ്ഞതാണെന്ന് അന്ന് ദൈവം ഇത് കണ്ടത് കൊണ്ട് അവന്റെ ഭൂമിയിലെ നല്ല വിളവുകളെയും നല്ല ഉൽപ്പന്നങ്ങളെയും നൽകി അവൻ ഏറ്റവും ശ്രേഷ്ഠമായി നൽകിക്കൊണ്ടിരിക്കുന്നു. That's because long ago there was a woman who cried, there was a child who cried, and God heard the tears. You understand? And the plenty of Understand? അന്ന് തകർന്നു ഉടഞ്ഞു വീണു നീ കരഞ്ഞിട്ടുണ്ടോ? തലമുറകളെ ദൈവം മാനിക്കും, എഴുന്നേൽപ്പിച്ചു നിർത്തും. If you have been broken, if you have wept, your generation will be honored. Hallelujah. Hallelujah. See, a child of many tears cannot be lost. ആരോ പറഞ്ഞതാ. There's a saying that a child of many tears cannot be lost. കണ്ണുനീര് നീ പൊഴിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റത്തില്ല. If you have shed tears, no one can fail ഹലോ, you. തലമുറയ്ക്ക് വേണ്ടി നീ കരഞ്ഞിട്ടുണ്ടോ? നിന്റെ തലമുറകൾ നശിക്കത്തില്ല. Have you wept for the generation? They will not be lost. ആമേൻ. ഹല്ലേലൂയ. ഏറ്റവും വലിയ ബ്ലെസ്സിംഗ് എന്താണെന്നറിയാമോ? You know what is the greatest blessing? ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്ന ദൈവത്തെ, നീ മനസ്സിലാക്കിയ വചനത്തെ നിന്റെ തലമുറ ഏറ്റെടുത്ത് പിടിക്കുന്നുണ്ട്. അതാ ഏറ്റവും വലിയ അനുഗ്രഹം. The word that you hold on to, the word that you believe, if your children are catching on to it, that's the greatest blessing. ഹല്ലേലൂയ. അതിന്റെ അപ്പുറത്ത് ഒരു അനുഗ്രഹം എന്താ ഉള്ളത്? What a greater blessing is there? യെശയ്യാ 59:21 വായിക്കുമ്പോൾ Isaiah 59:21. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവ്, നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്നിട്ടുള്ള എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും കേട്ടെ, നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകത്തില്ല. അർത്ഥമാക്കുന്നത് നീ ആ വചനം ഏറ്റെടുത്ത് ആമേൻ എന്ന് പറഞ്ഞോ, നീ ഏറ്റെടുത്താൽ മതി, നിന്റെ തലമുറകളിലേക്ക് ആ വചനത്തിന്റെ ശക്തി ഒഴുകാൻ തുടങ്ങും. If you say amen to a word and if you receive the word, it will begin to flow through the generation. And it comes out of a broken heart. ഒരു തകർന്ന ഹൃദയത്തിൽ നിന്ന് അത് വരത്തുള്ളൂ. And it always comes out of a broken heart. മക്കളെല്ലാം പിള്ളേരെല്ലാം പഠിച്ചു മിടുക്കന്മാരായി അവരുടേതായ ജോലിക്ക് അതും ഇതുമില്ല, ദൈവത്തെ സേവിക്കുന്നില്ലെങ്കിൽ, കർത്താവിന് വേണ്ടി നിൽക്കുന്നില്ലെങ്കിൽ എന്നാ ഗുണം? Your children are educated, they have a good career. അവര് ജീവിതത്തിലൊന്നും നേടത്തില്ല. അവര് കുറച്ച് പൊസിഷൻസ് ഉണ്ടാക്കുമായിരിക്കും, സാമ്പത്തികമായിട്ട് നന്മകൾ, പക്ഷേ ദൈവിക ബന്ധത്തിൽ അവരൊരിക്കലും ശക്തരായി തീരത്തില്ല. They will never become strong in ആമേൻ. relationship. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനെ അറിഞ്ഞ് അവന്റെ വഴിയിൽ നടന്നാൽ നീയാണ് ഏറ്റവും ഭാഗ്യമുള്ളവൻ. If you walk in the ways of the Lord, you are the most So I encourage you, my church, you cry for your generation. നിന്റെ തലമുറകൾക്ക് വേണ്ടിയാണ് നീ കരയേണ്ടത്.
You must cry for your generations. ഈ സിംഹാസനത്തിൽ ഇരുന്ന 24 മൂപ്പന്മാരെ നിങ്ങൾ നോക്കിയേ. സിംഹാസനം കൊടുത്തിട്ടുണ്ട്, കിരീടം കൊടുത്തിട്ടുണ്ട്. ഈ പാവങ്ങൾക്ക് ഒരിക്കലും ഇതൊന്നും വെച്ച് അവിടുന്ന് ഇരിക്കാൻ ഒക്കത്തില്ല. അതാ ബ്രോക്കൺനെസ്. നിനക്ക് എല്ലാം ഉള്ളപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ, എന്നാൽ നിനക്ക് മനസ്സിലാകും നിന്നെ ഇരുത്തിയവനും അവൻ തന്നിരിക്കുന്ന സ്ഥാനമാനങ്ങളും മനസ്സിലാക്കുമ്പോൾ നീ ആ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. You see the 24 elders and the crown on their head, they're not even able to keep the crown there because they are in a state of brokenness, although they are പ്രൈഡ് വരാതെ, അഹങ്കാരം വരാതെ. എന്തോ ഈ പ്രൈഡ്, എന്തോ പ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്തോ? പ്രൈഡ് ഈ ലൂസിഫർ. ലൂസിഫർ എന്ന് പറയുന്നവനാണ് ഈ അഹങ്കാരം. Pride is Lucifer. ലൂസിഫറിന്റെ പേഴ്സണാലിറ്റിയെ ബ്രേക്ക് ചെയ്യുന്നതാണ് നിന്റെ ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. നിന്റെ തകർന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അവന്റെ പേഴ്സണാലിറ്റിയെ ബ്രേക്ക് ചെയ്യുക. You know, if you have brokenness, you are breaking the personality of Lucifer. Then you say, I humble before the Lord. കർത്താവിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തുക. You are humbling yourself എന്റെ ഹൃദയത്തെ താഴ്ത്തി ഏൽപ്പിക്കുക. ഞാൻ you are humbling and lowering your heart and pouring it out before അവിടെ ഇരുന്നോണ്ടൊക്കെ നിന്റെ ഹൃദയം തുറന്ന് പറഞ്ഞ് you are breaking a Luciferian, a personality from your life. നിന്റെ ജീവിതത്തിൽ നിന്ന് അഹങ്കാരം എന്ന് പറയുന്ന ലൂസിഫറിന്റെ വ്യക്തിത്വത്തെ നീ എന്നേക്കുമായി ഉടച്ചു മാറ്റി കളയുക. If you have brokenness, you are breaking the personality of Lucifer from your life forever. ആമേൻ, ഹല്ലേലൂയ. ഈ തകർന്നവരെയൊക്കെ ശ്രദ്ധിക്കുക. അവൻ ഒരു ഈച്ചയെ പോലും കൊല്ലാൻ പറ്റത്തില്ല. Look at the broken people, they can't even kill a fly. ആ കാര്യം ഉപദ്രവിക്കാൻ പറ്റത്തില്ല. കാര്യം അവൻ തകർന്ന അവസ്ഥ അവനറിയാം. അതിന്റെ വേദന, അതിന്റെ വില അവനറിയാം. He knows the value of brokenness. He can't hurt others. Amen. If you are broken, you cannot be offended. നീ ഒരിടത്തും നീ തകർന്ന വ്യക്തിയാണ്, ഉടഞ്ഞ വ്യക്തിയാണ്, നീ ഒരിടത്തും അസ്വസ്ഥനാകത്തില്ല. If you are broken, if you are സ്ഥാനമാനം കിട്ടിയെന്ന് പറയത്തില്ല. അപ്പൊ കിട്ടി, എനിക്കൊന്നും തന്നില്ലല്ലോ എന്നൊന്നും പറയത്തില്ല. നിന്നെ ആക്കിയെടുത്ത് നീ വളരെ ഹാപ്പി ആയിട്ടല്ല, ജോയ് ആയിട്ട് ഇരിക്കും. You can't be offended. പാസ്റ്ററിനെ പോടാൻ വിളിച്ചില്ല, പോയി തീർന്നു. പാസ്റ്റർ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എന്നോട് മാത്രം പറഞ്ഞില്ല. എന്റെ കാര്യം അറിയാം, ഇതുവരെ ആ ബ്രോക്കൺനെസ് വന്നിട്ടില്ല. You haven't come to the level of brokenness. That's why you are offended, because pastor did not give me a chance to sing, or pastor did not mind me. സെൽഫ് നിൽക്കുന്നുണ്ട്, അഹങ്കാരം നിൽക്കുന്നത് കൊണ്ട് എന്നെ ഞാൻ അത് ഉടയണം, അത് തകരണം. The attitude of self must break in us. ഹല്ലേലൂയ. Hallelujah. ഇതിനെയൊക്കെ കവർ ചെയ്യുന്ന മറ്റൊരു സാധനമാണ് ലവ്, സ്നേഹം. Love covers all these things. ലവ് മീൻസ് സ്നേഹം എന്ന് പറഞ്ഞാൽ ഈസ് വൺനെസ്, ഒരുമനപ്പെട്ട് നിൽക്കുന്നതാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. Love is oneness. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ മെസ്സേജ് പറയാണ്, ഇപ്പൊ എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അല്ലെ ഇവിടെ വേറെ വല്ല ഇതിന്റെ ഇടയ്ക്ക് വെച്ച് പിടിപ്പിച്ചാൽ എന്തോ ചെയ്യും? എനിക്കിപ്പോ മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാവുന്നോണ്ടല്ലേ, അല്ലെ എന്തോ ചെയ്യും? എന്നാ പറഞ്ഞു പിടിപ്പിക്കുന്നത് ഞാൻ എങ്ങനെ അറിയുന്നത്? If there is no unity and love, ഇംഗ്ലീഷിന് പകരം അറബിക്കാന്ന് വിചാരിച്ചു. നമുക്ക് കേഫാലൊക്കെ ഇല്ല, എന്തോ മാഫി ഫിലൂസ് എന്തോ പറഞ്ഞു, നമുക്ക് 2-3 വാക്കുകളെ അറിയത്തുള്ളൂ. അപ്പൊ ഈ അറബിക്കില്ല ട്രാൻസ്ലേറ്റ് എന്നാ വെച്ച് പിടിപ്പിക്കും, നമ്മളെങ്ങനെ അറിയുന്നു? ഞാൻ തെക്കോട്ടെന്ന് പറയുമ്പോൾ ഇവിടെ കിഴക്കോട്ടെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യും? സ്നേഹത്തില്ല, വണ്ണസിനകത്താണ് ആ സ്നേഹം ഒഴുകുന്നത്. in oneness love flows. Because you are mirroring God. ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ നിൽക്കുകയാണ്. Because you are a mirror of God. അത് നമ്മുടെ മുമ്പേ വായിച്ച ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക. റോമർ 8:14 വായിച്ചില്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ ആരായി തീരും? ദൈവത്തിന്റെ കുഞ്ഞായി തീരും. ദൈവത്തെ മിറർ ചെയ്യുക നീ. We need to be led by the Holy Spirit to So I ask this question to everyone. Where do you find God? ദൈവത്തെ നീ എവിടെ കാണുന്നത്? you are mirroring God. നീ ദൈവത്തിന്റെ പ്രതിച്ഛായ, ഇത് എന്നെ നോക്കൂ, നിനക്ക് ദൈവത്തെ കാണാൻ പറ്റുമെന്ന് പറയുന്ന ഒരു തലത്തിലോട്ട് നമ്മളെ കയറ്റുക. Look at me, you can see God, and that's the level you need to. Where you find God? എവിടെ കാണുന്ന മനുഷ്യൻ, നിന്റെ അടുത്തിരിക്കുന്ന മനുഷ്യനിൽ കാണാൻ നിനക്ക് നിന്റെ കണ്ണിനെ അങ്ങനെ ആക്കണം. Your eyes should be trained to see God in the person. അവനിതൊന്നും അറിയത്തില്ല, അവന് ദൈവമാണെന്നോ കുന്തമാണെന്നോ അവനറിയത്തില്ല. പക്ഷെ നീ അവനിലെ ദൈവിക അംശത്തെ കണ്ടെത്തണം. You must see the God in the other person. അതായത് യേശു ചെയ്ത അങ്ങനെയാണ്. ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് കഴിപ്പാൻ തന്നു, ദാഹിച്ചിരുന്നു, കുടിപ്പാൻ തന്നു, വസ്ത്രമില്ലാതിരുന്നു, നിങ്ങൾ വസ്ത്രം തന്നു. അപ്പൊ ശുചിം വരികയും എപ്പം എപ്പോഴത്തെ കാര്യം പറയുന്നത്? ഒരു ചെറിയ ഒരുത്തിന് നീ ഇന്നാലും ചെയ്തില്ലേ, അതാ ഞാനായിരുന്നത്. ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഏത് ചെറിയവനെ കണ്ടാലും ഇവൻ അവന്റെ പുറകെ ഓടും. കാര്യം ഈസ് കണക്റ്റഡ്. മിറർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അതേ പ്രതിച്ഛായ. Are you able to mirror God? ദൈവത്തിന്റെ പ്രതിച്ഛായയായിട്ട് നിൽക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? Are you able to mirror God and feed those who are hungry? If you feed, you have fed God.
ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയെന്ന് പറഞ്ഞാൽ നീ ക്രിസ്തുവിന്റെ തലയോളം വളർന്നുകൊണ്ടിരിക്കുക എന്നതിന്റെ അർത്ഥം. To be led by the Holy Spirit means എഫേസ്യർ growing up to പൗലോസ് Christ ശ്ലീഹ who is the എഫേസ്യർ head. 4 പറഞ്ഞത് നീ വളർന്ന് ക്രിസ്തു തലയോളം നീ വളരണം. Paul says in Ephesians that you must grow and grow. Every second you grow in Christ. ക്രിസ്തുവിൽ നീ എല്ലാ സമയത്തും വളർന്നുകൊണ്ടിരിക്കണം. You must grow in Christ all the time. Hallelujah. Hallelujah. Okay, we'll come back to Psalms 91:1. Oh, wonderful Jesus. Hallelujah. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ആമേൻ. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. കർത്താവിനെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, സീക്രട്ട് പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലം. സീക്രട്ട്, മറവെന്ന് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ മറവെന്ന്. ഇംഗ്ലീഷിൽ പല വേർഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പല പല വാക്കുകൾ. ഹൈഡിംഗ് പ്ലേസ്, സീക്രട്ട് പ്ലേസ്, ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. ഓഫ് ദ മോസ്റ്റ് ഹൈ. We read about the secret place of the Most High in Psalm 91:1. ഏതാണ് ഈ സീക്രട്ട് പ്ലേസ്? ഒരിക്കൽ മോശയ്ക്ക് കർത്താവിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹം തോന്നി. Once Moses wanted to see മോശ പറഞ്ഞു, എനിക്ക് നിന്നെ കണ്ടേ ഒക്കത്തുള്ളൂ. Moses said, I have to see you. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മോശയെ ഒരു പാറയുടെ പിളർപ്പിലേക്ക് കയറ്റി നിർത്തി. And Moses was placed in the cleft of the rock. മനസ്സിലായി? രഹസ്യ സ്ഥലം എവിടെയാണ്? എവിടെ സീക്രട്ട് പ്ലേസ്? ക്രിസ്തുവാകുന്ന പാറയ്ക്കകത്തേക്ക്, ആ മറവിൽ, ആ മുറിവിന്റെ മറവിൽ നിന്നെ നിർത്തുന്നതാണ് ഈ രഹസ്യ സ്ഥലം. Today the rock is Christ and we are placed and hidden in Christ. പീളന്നോരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ, തുറന്ന നിൻ ചങ്കിലെ രക്തം ചേലം പാപത്തെ. പിളർന്നൊരു പാറ. Hallelujah. That is a rock that was cleft. Amen. Hallelujah. ദൈവം തന്നെ വെളിപ്പെടുത്തുവാൻ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ആ സ്ഥലമാണ് ഈ രഹസ്യ സ്ഥലം. God wants to reveal himself to you and have placed you in a place. And നിനക്ക് ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലമില്ലേ? അതാണ് സീക്രട്ട് പ്ലേസ്, അതാണ് ഹൈഡിംഗ് പ്ലേസ്, അതാണ് നിന്റെ ആശ്വാസ കേന്ദ്രം, നിന്റെ മറവിടം എന്ന് പറയുന്നത് അവിടെയാണ്. The place where God places you to reveal himself to you is your secret place. ക്രിസ്തുവാകുന്ന പാറയ്ക്കകത്ത് എന്നെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. And Christ, എന്റെ രഹസ്യ സ്ഥലം അതാണ്. my secret place is Christ the rock. I don't have any other hidden agenda. എനിക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നും. എനിക്ക് ഈ പാറയ്ക്കയുടെ മറവിൽ ഇരുന്നാ മതി. I don't have any other hidden agenda. I just want to be hidden in this rock. അവിടെ ആ വാക്ക്, ഈ സീക്രട്ട് പ്ലേസ് എന്നുള്ള വാക്ക്, ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എബൈഡ് എന്ന, വസിക്കുക എന്ന. എബൈഡ്. Another meaning of this being in the secret place is abiding. എന്താ വാക്ക്? വസിക്കുക. എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞേ, ഉറങ്ങാതെ. വസിക്കുക എന്ന് പറഞ്ഞാൽ വന്നു പോകുകയെന്നല്ല. Abiding doesn't mean coming and going. See, my wife abide with me. എന്നും വന്നും പോയിരുന്നിരുന്ന് എങ്ങനെ ഇരുന്നേ? എന്റെ ഭാര്യ എന്റെ കൂടെ താൻ വസിക്കല്ലേ? My wife abides with me. She doesn't come and go. അല്ലേ? വന്നും പോയാൽ എങ്ങനെ ഇരിക്കും നമ്മള്? If she comes, നമ്മൾ ഞായറാഴ്ച മാത്രം ചെല്ലുന്നു, പിന്നെ പോകുന്നു, പിന്നെ നമ്മുടെ പരിപാടിക്ക് അങ്ങ് പോവാ. വസിക്കുന്നു. she comes on a Sunday and she. ആ 2.5 മണിക്കൂർ മയില് വീലി അടർത്തി പോലും നമ്മളിങ്ങനെ നിൽക്കും. വസിക്കാന്ന് പിന്നെ അങ്ങ് പോവാ നമ്മള്. We come here on a Sunday. We go. അങ്ങനെ സ്ത്രീകളൊക്കെ നോക്കിയാലോ തലയിൽ കൂടെ എല്ലാം മുടിയിട്ട് ഇങ്ങനെ ഇട്ട് ഓരോ വിശുദ്ധിയിലും വേർപാടിലോ. ആണുങ്ങളൊക്കെ ഇങ്ങനെ അറ്റൻഷൻ പോലെ ഈ മറ്റേ ജനഗണമന പാടുമ്പോൾ പോലും ഇങ്ങനെ നിൽക്കത്തില്ല. പ്രത്യേക രീതിയിൽ ആരാധനയ്ക്കൊക്കെ വന്ന് നിൽക്കുമ്പോൾ we stand very holy. ചിലരാണ് ആരാധനയ്ക്ക് നിൽക്കുന്നത് ഇങ്ങനെ. ഒരു കാലം എങ്ങോട്ടേലും താത്ത് വെച്ച് അങ്ങനെ നിൽക്കുകയും ചെയ്യരുത്. 2 കാലയിലേ നിൽക്കുക, അല്ലെ നട്ടല് വളഞ്ഞു പോകും. ഇങ്ങനെ നിൽക്കുകയും ചെയ്യല്ല, പ്രത്യേകിച്ച് ആരാധനയില്ല. അയ്യോ, ഇപ്പഴാ മനസ്സിലായത്. ഡോക്ടർ ജയ്ക്ക് ഇപ്പഴാ മനസ്സിലായത്. ഇങ്ങനെ നിൽക്കുകയും ചെയ്യല്ല. എന്തോരം സന്തോഷമുള്ള കാര്യം. എന്റെ കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത്
ഞാൻ എങ്ങനെ നിന്നെ സ്തുതിക്കാതിരിക്കും? We must- Because I abide in you. ഞാൻ നിന്നിൽ വസിക്കുകയല്ലേ. It's not a 2-hour thing that we come to the presence of God and go back on Sunday. We have to be abiding in Him. ആംപ്ലിഫൈഡ് ബൈബിളിനകത്ത് ആ വാക്ക് എഴുതിയിരിക്കുന്നത് റെസ്റ്റിംഗ് പ്ലേസ് എന്നുള്ള യു വിൽ റിമൈൻ സ്റ്റേബിൾ. അതാ വാക്ക്. നീ സ്ഥിരമായിട്ട് അവിടെ നിൽക്കും, അത് പോകുമല്ല. The other word that is mentioned in Amplified Bible is remaining stable in the place. നമ്മൾ ആ വാക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 4 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. John 15:4-7. ഹല്ലേലൂയ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചേ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. പിന്നെ കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾ ആ ഒരു വാക്യത്തിനകത്ത് എത്ര പ്രാവശ്യം വസിക്കുന്ന എഴുതിയിട്ടുണ്ട്? 4 പ്രാവശ്യം. Here 4 times talks about നമ്മളെല്ലാം abiding. ആത്മീയമായിട്ട് കാണുന്നുണ്ട്. 3 വാസം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, 4ാമത്തെ നമ്മളാ. വസിച്ചോണോ അങ്ങ്? Father, Son and the Holy Spirit. 4th one is us. We must abide. മനസ്സിലായി? വസിക്കുക. Abide. One thing is mentioned 4 times. No other business. നിനക്ക് വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അവൻ നിന്നെ വസിക്കും, നീ അവന് വസിക്കുക. Abide in Him. Nothing else we can do. അവൻ വസിക്കുക എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക. നീ നിലനിൽക്കണമെന്നാ. എന്ന് വെച്ചാൽ 4 പ്രാവശ്യം പറയുമ്പോ അതിന്റെ അർത്ഥം നീ ഒന്നും വിട്ടച്ചു പോകരുത്, നീ അവിടെ നിലനിൽക്കണം. Which means we have to abide. We must be there and എങ്കിലേ don't leave. ഫലം ഉണ്ടാകത്തുള്ളൂ. Only then you will bear fruit. മത്ലബ് അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ യു ആർ ഫിക്സ്ഡ് ടു ക്രൈസ്റ്റ് ജീസസ്. നീ ക്രിസ്തുവിൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന വ്യക്തി. നിങ്ങൾക്ക് പറഞ്ഞു പോകാനൊക്കത്തില്ല. Which means you're fixed to Christ Jesus. ആർക്കും നിന്നെ ഇളക്കാനൊക്കത്തില്ലെന്ന്. No one can shake you off. അതുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നത് ഞാൻ നിന്നെ വസിക്കല, എന്നെ വസിക്കുന്ന കർത്താവിനെ എനിക്ക് ഇറക്കി വിടാൻ പറ്റത്തില്ലെന്ന്. The Lord who is dwelling in me, I can't Because come out. that was not my decision. എന്റെ തീരുമാനത്താൽ അല്ല അവൻ എന്നെ വസിക്കുന്നത്. He is not residing in me, abiding in me because And I don't have any other option. എനിക്ക് വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ അവനെ വസിച്ചേ പറ്റൂ. I have to abide in Him, no other option. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ഫലം ഉണ്ടാവും. ഞാൻ ഒരു പടം നിങ്ങളെ കാണിക്കാം. പടം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ പിക്ചറിനകത്ത് കുറച്ചുകൂടെ വ്യക്തമായി കിട്ടും. ഷോമി ഇന്ന് പടം കാണിച്ച പ്രസംഗം. I want to show you a picture to make it clear. അല്ലല്ലോ വരട്ടെ. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ഞാൻ മേളോട്ട് കയറി നിൽക്കാം. നിങ്ങൾ കാണുന്നുണ്ട്? ഇതെന്താ? That is മുന്തിരിവള്ളി, വൈൻ. ഇറ്റ്സ് നോട്ട് ബ്രജ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഈ സാധനമാണ് മുന്തിരി വള്ളി. എന്നാൽ ഇത് കാണുന്നുണ്ട്. ഇങ്ങനൊരു സാധനം പോകുന്നതാണ്. ഇച്ചിരി താത്ത നമ്മളെന്ന് കാണിക്കാൻ വേണ്ടി. കണ്ടോ? ഇവിടെ കണ്ടോ? ഇത് കണ്ടോ? ഇങ്ങോട്ടൊരു സാധനം പോകുന്ന കണ്ടോ? ലീഫ് വരുന്നുണ്ടോ? ഇതാണ് കൊമ്പ്. ഈ ലീഫാ കൊമ്പ്. കാണുന്നുണ്ടോ? ഇതാരാന്നറിയോ? ഈ പോകുന്നതാണ് യേശു. ഈ കൊമ്പെന്ന്, ഈ ബ്രാഞ്ചാണ് ഞാൻ. ഇത് നിൽക്കുന്ന കേട്ടോ. ഈ കൊമ്പ് ഈ വള്ളിയിൽ നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു സാധനം ഉണ്ടായി വരുന്നുണ്ടോ? അതാണ് മുന്തിരിങ്ങ. പിടികിട്ടുന്നുണ്ടോ? യേശുവിൽ നിന്നെ ഒട്ടിച്ചു വെച്ചോണ്ട് നിന്നിൽ നിന്ന് ഉണ്ടാകേണ്ടതാ ഫലം. When you are fixed to the vine which is Jesus, you the branch should bear the fruit. മനസ്സിലായോ? നമ്മൾ വിചാരിച്ചൊരു വള്ളി പോലെ, ഇങ്ങനെ വള്ളി പോലെ നമ്മൾ പലയിടത്തും കയറി അങ്ങ് പോകുമല്ലോ നമ്മൾ വള്ളിയായിട്ട്. നിനക്കങ്ങനെ പോകാനൊക്കത്തില്ല. നീ അവനിലിങ്ങനെ നിൽക്കുക. നീ അവനോടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ച നിന്നെക്കാളും വലിയ ഫലങ്ങളും നിനക്കും ബെയർ ചെയ്യാൻ വയ്യാത്ത ഫലം അവനിലാ തൂങ്ങിക്കിടക്കുന്നത്. നീ അതിന് വേണ്ടി നിൽക്കുന്നതേ ഉള്ളൂ. ഹലോ, ഞാൻ പ്രാർത്ഥിച്ചപ്പം സൗഖ്യം. നീ പ്രാർത്ഥിച്ചോണ്ടല്ലോ സൗഖ്യം. അതിനേക്കാളും വലിയ ഒരുത്തം നിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടാ. ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോ നീ പറഞ്ഞോണ്ടൊന്നും അല്ലെന്നത്. ആരാണ് നിന്നെ വഹിക്കുന്നത്? ആ വഹിക്കുന്നവനെ നീ നിൽക്കുന്നത് കൊണ്ട് നിന്നെ ഇത് വലിയ ഫലങ്ങൾ വരുന്നുണ്ട്. You are just small thing that is standing between the vine. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോ പറഞ്ഞതേ ഉള്ളൂ. കടം മാറി. 30 ലക്ഷം രൂപ ആയിരുന്നു കടം. ഞാനൊരു വാക്ക് നീ പറഞ്ഞത് കൊണ്ടല്ല, ശക്തനായവൻ നിന്നിൽ വൻ കാര്യങ്ങളെ ചെയ്യുന്നത് കൊണ്ടാ.
The mighty one is doing great things in you. ഹല്ലേലൂയ. Hallelujah. ഫലം വലുതാണ്, ഫലം വലുത്. ഫലത്തെ താങ്ങുന്ന ആരാണ് വാസ്തവത്തിൽ? ആ വള്ളി, മുന്തിരി, ആ മുന്തിരി വള്ളിയാണ് താങ്ങുന്നത്. Who is handling that heavy fruit? It is നാലാമത്തെ the വാക്യം branch. വായിച്ച്, നാലാമത്തെ വാക്യം വായിച്ച് എന്നിൽ വസിപ്പിൻ, കേട്ടെ, ഇനി ശ്രദ്ധിച്ചു കേട്ടെ. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ല, അല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്ത സ്വയമായിട്ട് കായ്ക്കാൻ പറ്റത്തില്ല. ഒന്ന് കൈ എടുത്ത് വെച്ച് പറയോ, എന്റെ തെറ്റ് തന്നെയാണ്, സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. You can't bear fruit മൈക്ക് by അങ്ങോട്ട് എടുത്ത് വെച്ചപ്പം yourself. പാട്ട് പാടി, പാട്ട് കൊള്ളാമായിരുന്നു എന്ന് പറയുന്നതിന്റെ അല്ല, അതിനകത്ത് പ്രവർത്തിച്ചത് ആരാണ്? Who worked in it? You cannot do things by your effort. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise Glory the to Lord. God. അവരാണ് എന്നെ പിടിച്ചോണ്ടിരിക്കുന്നത്. He is holding us. അതെ, അഞ്ചാമത്തെ വാക്യം. ഞാൻ ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളും കൊമ്പെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ആ വന്ന് നിൽക്കുന്ന ലീഫാണ് ഈ കൊമ്പെന്ന് പറയുന്നത്. ഞാൻ മുന്തിരി വള്ളിയും I am the vine. കൊമ്പുമാകുന്നു. And you are the ഒരുത്തൻ branches. എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കഴിക്കും. If anyone abides in me and I in him, he will bear much അല്ലെ, fruit. ഇങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പം ആ പനി പോയെന്ന് മാത്രമല്ല, അതിനേക്കാൾ ചാകാൻ കിടന്നവൻ എഴുന്നേറ്റ് വരുമെന്ന്. Which means when you pray, not only that fever goes, the dead also rise. എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ തന്നിരിക്കുന്ന അധികാരം മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള അധികാരമാണെങ്കിൽ അത് വെളിപ്പെടണ്ടായോ? The anointing upon you is to raise the dead, let it be revealed. നിങ്ങൾ അടുത്ത് പറഞ്ഞേ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. Because without me you can do nothing. ആറാമത്തെ വാക്യം. എന്നിൽ വസിക്കാത്തവനെ എന്നിൽ വസിക്കാത്തവൻ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞു. അതുപോലെ ഉണങ്ങി താഴെ വീഴുന്ന കണ്ടിട്ടില്ലേ? ഈ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവനെ ഉണങ്ങി വിധേടായി താഴെ പോകും. ലീഫ് ഈസ് ഗോൺ. One അത് പോയി, who doesn't abide in me is broken പോയി, ഉണങ്ങിപ്പോയി. അതെല്ലാം and is തൂത്തുവാരി withdrawn എടുത്ത് തീക്കത്തെടുത്തേ ഉള്ളൂ. വല്ല ഗുണമുണ്ടോ? and can be thrown into ഈ the തീയിലടി എന്ന് fire. പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ലെഗസി തീർന്നു. ആരും നിന്നെ കുറിച്ചൊന്നും പറയാനില്ല ഇനിയും. If you have gone into the fire, end of your legacy. Because you cannot finish it well, and you could not finish it well. ഓടി തീർക്കാൻ പറ്റിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാ പോയി, ഫെയിം എല്ലാം പോയി, ഉണ്ടായിരുന്ന പേരും മാനവും എല്ലാം പോയി. Which means you couldn't finish the race. Your name, fame, everything is gone. എന്നാ ചേർന്ന് നിന്നാലോ നിന്റെ യശസ്സാണ്. 1 കൊരിന്ത്യർ 6:17. 1 Corinthians 6:17. If you stand together, that is your glory. ആമേൻ, ഹല്ലേലൂയ. കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവൻ ഏകാത്മാവാകും. One who is joined with the Lord is one in spirit. കർത്താവിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ ഈ ആത്മീക പ്രവർത്തനങ്ങൾ സാധ്യമായി തീരത്തുള്ളൂ. Unless you join with the Lord, spiritual things are not possible. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇപ്പോഴും ഞാൻ മൊത്തത്തിൽ പെട്ടിരിക്കുക. You were saved, baptized, now you are stuck. എങ്ങോട്ടും പോകാൻ ആ പാസ്റ്റർ സമ്മതിക്കത്തില്ല. ഞാൻ പെട്ടുപോയി. I'm stuck here. Pastor doesn't allow me to go anywhere. പാസ്റ്ററാണ് നിന്നെ എങ്ങും വിടാത്തത്. നീ പെട്ടിരിക്കുകയാണ്. അതിനൊക്കെ തോന്നുന്നതാണ്. പാസ്റ്ററല്ല പെടുത്തിയത്. നീ തന്നെ ഇതിനകത്ത് ഉണങ്ങി താഴെ പോകാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുക. Because you're stuck, because you're withered. അല്ലല്ലേ, അതുകൊണ്ട് കർത്താവിനോട് പാസ്റ്ററിനോട് പറ്റിച്ചേർന്നിരിക്കുന്നതാണോ പറഞ്ഞത്? അല്ല, കർത്താവിനോട് പറ്റിച്ചേർന്നവൻ പാസ്റ്ററിനോട് പറ്റിച്ചേർന്നിരിക്കും. One who is joined to the Lord will be joined to the കർത്താവിനോട് pastor as പറ്റിച്ചേർന്നവൻ well. സഭയോടും പറ്റിച്ചേർന്ന് നിൽക്കും. One who is joined to the Lord will be joined to the church as കർത്താവിനോട് well. പറ്റിച്ചേർന്നവൻ പ്രവർത്തികളോടെല്ലാം പറ്റിച്ചേർന്ന് നിൽക്കത്തില്ലേ? One who is joined to the Lord അവന് എനിക്ക് പറ്റത്തില്ലെന്ന് പറയാം. പത്രോസ് നാളെ നമുക്ക് എലീല ദേശത്തെ കൊണ്ട് കർത്താവ്, അയ്യോ എനിക്ക് അത്യാവശ്യം ഒരു പരിപാടിയുണ്ട്, ഞാൻ യാക്കോവിനെ വിട്ടേക്കാന്ന് പത്രോസിന് പറയാൻ പറ്റുമോ? നമുക്കാണെങ്കിൽ എന്തെല്ലാം Jesus says to വരും. Peter, I have to go to Galilee. ആരാണ്ട് എന്നേച്ച് പറഞ്ഞു, കർത്താവ് എനിക്ക് അനുഗമിക്കണമെന്നുണ്ട്, പക്ഷെ ഒരാൾ കസിൻ മരിച്ചു കിടക്കുക. കാരണം കർത്താവ് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചെടുത്ത് നീ എന്നെ അനുഗമിക്കാന്നല്ലേ പറഞ്ഞു. കർത്താവ്, അയ്യോ കഷ്ടമായി പോയി ബ്രദർ, പെട്ടെന്ന് ചെന്നേച്ചാ, പിന്നെ നോക്ക് പറ്റുവാന്നേ വാങ്ങല്ലോ കർത്താവ് പറഞ്ഞു. The disciples were never too busy to not follow Jesus. നമ്മൾ സൗകര്യമായിട്ട് എടുക്കുക. We take it നമ്മൾ according to സൗകര്യമായിട്ട് our എടുക്കുക. convenience. അന്നൊരു കർത്താവ് പറയാം, ലൂക്കോസ് 9 അവസാനം പറയുക, കലപ്പയ്ക്ക് കൈവച്ച ശേഷം നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതൊന്നും അല്ല ഇതൊന്നും. കാര്യം പറ്റിച്ചേരാൻ ഇവന് പറ്റത്തില്ല. ഇവൻ പറ്റിച്ചേച്ച് പോത്തേ ഉള്ളൂ. One who keeps his hand on the plowshare and takes it off is not worthy to be in the kingdom of God. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ ആവശ്യമാണ്. ഈ പറ്റിച്ചേരാൻ നമ്മളെ സഹായിക്കുന്നത് കർത്താവിനോട് സംസർഗത്തിലേക്ക്. You are speaking to your master.
നിന്റെ ഉടമസ്ഥനോട് നീ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, സംസർഗത്തിലിരിക്കുകയാണ്. Prayer helps us stay closer to your master. വസിക്കാത്തവൻ യൂസ്ലെസ് ക്രിസ്ത്യാനിയാ. One who doesn't abide is a useless Christian. അവനെ കൊണ്ട് ഇതിന് കൊള്ളാം. Good for nothing. ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യം കേട്ടോ. ഞാൻ ആദ്യമൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ, ഞാനാണെങ്കിൽ ഈ ഇറങ്ങിയ സമയത്തൊക്കെ ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് റോൾസ് റോയ്സ് കിട്ടണമെന്നാ. റോൾസ് റോയ്സ് ആയിരുന്നു പ്രാർത്ഥന. നിലത്ത് കിടന്നങ്ങ് ഉരുണ്ട് റോൾസ് റോയ്സ് അതായിരുന്നു എന്റെ വണ്ടി. So initially I prayed for a Rolls Royce. എന്റെ വണ്ടി, ആദ്യത്തെ വണ്ടി റോൾസ് റോയ്സ് ആയിരുന്നു. My initial car was Rolls Royce. അന്നാ കർത്താവിനോട് പറഞ്ഞു കഴുതിയായിട്ടൊക്കെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടിയ വണ്ടിയാണ് റോൾസ് റോയ്സ്. അമ്മ ഇപ്പോഴും മനസ്സിലായില്ലേ? റോൾസ് റോയ്സ് ആയിരുന്നു എന്റെ ആദ്യത്തെ വണ്ടി. My first car was Rolls Royce. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞ ഉടനെ BMW കിട്ടി. And then I got BMW. അന്നേരം കുറച്ച് ബോധം വന്ന ബിലീവ് ഇൻ മൈ വേർഡ്, ബിലീവ് മൈ വേർഡ്. BMW ആയിരുന്നു എന്റെ പിന്നത്തെ കാർ. And then it was BMW, which means believe in my word. നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് BMW? How many of you have BMW? BMW ഉള്ളവനെ പിന്നെ പൊങ്ങി പോകത്തുള്ളൂ. If you have BMW, you will go up. റോൾസ് റോയ്സ് ആദ്യം എല്ലാവരും, Everyone was Rolls എല്ലാവർക്കും Royce. റോൾസ് റോയ്സ് ആ വണ്ടി. നിലത്ത് കിടന്നങ്ങ് പക്ഷെ അതങ്ങ് പിന്നെ വചനത്തിലോട്ട് കയറാൻ പറ്റുന്നില്ല. ബിലീവ് മൈ വേർഡ്. Initial days is Rolls Royce for everyone. ഏഴാമത്തെ വാക്യം ഇതാ പറയുന്നത്, നീ വസിക്കും എന്ന് പറഞ്ഞാൽ കർത്താവ് സംസാരിക്കാൻ തുടങ്ങും. When you abide, ഏഴാമത്തെ വാക്യം കാണിക്കൂ. അത് എന്ത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും. കണ്ടോ BMW വന്ന കണ്ടില്ലേ? If you believe his words, അവന്റെ വചനത്തെ നീ വിശ്വസിച്ചാൽ നീ ഇച്ഛിക്കുന്നത് എന്തോ അപേക്ഷിച്ച നീ അത് കിട്ടിയിരിക്കും. If you believe in his word, whatever you desire will be yours. അല്ല, എന്തെങ്കിലും പ്രാർത്ഥിച്ച് ഏതാണ്ടൊക്കെ നടന്നല്ല പറഞ്ഞത്, നീ എന്തോ ചോദിച്ചാലും കിട്ടുന്നത്. Which means whatever you desire will be yours. ചുമ്മാ ഈ പറയുന്ന പ്രാർത്ഥന ഉപവാസത്തെ കുറിച്ചൊന്നല്ല ഞാൻ പറയുന്നത്. കർത്താവിനോടുള്ള നിന്റെ ആ പറ്റിച്ചേർന്നുള്ള ബന്ധത്തിനകത്ത് നീ എന്തോ ആഗ്രഹിച്ചാലും അത് നടത്തി തരുവാൻ അവൻ മതിയായവനാണ്. He is ready to do everything that you desire. ഹല്ലേലൂയ. Hallelujah. കാര്യം നീ പ്രാർത്ഥനയ്ക്കകത്ത് യേശുവിനോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ യേശുവിന് എന്ത് ഫീൽ ചെയ്യുന്നു അത് തന്നെ നിനക്കും ഫീൽ ചെയ്യും. If you are connected to the Lord in prayer, his feelings യേശുവിന് will ഫീൽ be ചെയ്ത your കാര്യമാണ് feeling. ഞാൻ പറഞ്ഞത്. ഫീൽ ചെയ്തതാ പറഞ്ഞത്. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. I just spoke about what the feeling of Jesus. ചിലരോട് ഞാൻ പറയാറുണ്ട്, കാര്യം യേശുവിന് എന്താണ് ആളെ കുറിച്ച് ഫീൽ ചെയ്തത് എന്നിൽ കൂടെ ഫീലിംഗ് വന്നിട്ട് ഞാൻ പറയാം, കുഞ്ഞെ കണ്ട് ഇങ്ങനെയാന്ന് പറയും. അതിനെ നിങ്ങൾ പ്രവചനമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു. പക്ഷെ കർത്താവിന് ഫീൽ ചെയ്ത് ഒരാഴ്ച അത് ഞാൻ അങ്ങ് പറഞ്ഞു. What Jesus feels about a person comes through me and I speak that. അയാൾക്ക് മനസ്സിലായില്ല, ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? But if you don't understand, what can I ആ do? വ്യക്തിക്ക് മനസ്സിലായില്ലേ, ഉടനെ കണ്ടില്ലേ, അത് ഒടിഞ്ഞ് താഴോട്ട് പോന്നിട്ടില്ലേ? But the person is not able to understand. ഈ അടുത്തതിനെ പറ്റിച്ചേർന്ന് നിന്ന് അടുത്തതിലോട്ട് പുഷ്പിച്ചു വരാൻ, ശോഭിക്കുവാൻ, ഫലമുള്ളതായി തീരുവാനാണ് കർത്താവ് ആലോചന പറയുന്നത്. The Lord gives you instructions to go to the next level and bear fruit. ഹല്ലേലൂയ. അടുത്ത ആഴ്ച നിങ്ങളെല്ലാം കുടുംബമായിട്ട് മുമ്പിൽ വന്നിരുന്നാ മതി. ആളെ നീക്ക് ആളെ നീക്ക്. അറിയാം എന്തോന്നറിയാം? ഫിലിപ്പിച്ചാൻ അറിയാം, സജിവറൻ അറിയാം എന്തോന്ന്. ഇതുപോലെ അറിയാമെങ്കിൽ പാസ്റ്റർ ഞാൻ ഇവിടെ വന്നിരിക്കുമോ? ചെസ് കളി നടക്കുക, ചതുരംഗ കളി നടക്കുക. രാജാവ് തോക്കുമെന്ന് മനസ്സിലായി. രാജാവിന്റെ ഭാര്യ അകത്തിരുന്നോണ്ട് ഇത് കണ്ട് ഈ രാജാവ് വോട്ടറല്ലേ, തോക്കും ഉറപ്പാ. ആ പുള്ളിക്കാരത്തി കുഞ്ഞിനെ ഉറക്കുന്ന ശൈലിയിൽ താരാട്ട് പാട്ട് പോലെ ഇങ്ങനെ പറയാ, ആളെ നീക്ക ജയിക്കുമെന്ന് ഞങ്ങൾക്കിത് മനസ്സിലാകണ്ട്. പിന്നെ ഇപ്പൊ നീ കാണിച്ചതാ ആളെ നീക്ക്. വല്ല മനസ്സിലായി നിനക്ക്? മനസ്സിലായി. അവൻ മരി കിടന്നുകൊണ്ട് ചിരിക്കുന്നുണ്ടോ? ഉറങ്ങിക്കൊണ്ട് ചിരിക്കുന്നുണ്ടോ? അവന് കോട് പിടിച്ച് ആളെ നീക്ക് എന്ന് പറഞ്ഞിട്ട് പോലും മനസ്സിലാകുന്നില്ല. എടാ, ഈ അവസ്ഥയ്ക്കകത്ത് നീ ഒന്ന് തള്ളിക്കേറി ഇരിക്കുക. You push yourself and get into the state. പറ്റിച്ചേർന്നിരിക്കുക.
Be close. നീ ബലപ്പെട്ടു വരും. നിന്നിൽ കർത്താവിന്റെ മഹത്വം നിന്നിൽ കൂടെ ഒഴുകാൻ തുടങ്ങും. Glory of the Lord will begin to flow. അൺവീലിംഗ് ഗ്ലോറി നിനക്ക് കാണണ്ടായോ? മറ നീക്കി വെളിപ്പെടുന്ന മഹത്വം നിനക്ക് കാണണ്ടായോ? You have to see the unveiling glory in your life. മഹത്വം വെളിപ്പെടണ്ടായോ? Glory should be അടുത്ത revealed. തരത്തിലോട്ട് കയറണം. Go to the next level. ഞാൻ എവിടെ വസിക്കുന്നത്? Where am I abiding? എവിടെ വസിക്കുന്നത്? Where am I abiding? അല്ലെ കുരിശിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ, One അവന്റെ was രക്തത്താൽ എന്നെ അവൻ വിലയ്ക്ക് വാങ്ങിയവൻ, അവന്റെ ആത്മാവിനെ എന്റെ മേൽ തന്നിട്ട് അവൻ പറയാണ് എന്നെ വസിക്കുക. He gave me his spirit in me and living in me. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ? And that is flowing. ഹല്ലേലൂയ. Hallelujah.